നമുക്കിനി പഠിക്കാനുള്ളത് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി നമുക്കറിയാം, ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കുറച്ച് എനർജി റിലീസ് ചെയ്യുമല്ലോ, കാരണം അട്രാക്ഷനാണ്. എത്ര എനർജിയാണോ റിലീസ് ചെയ്തത് ആ എനർജി അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. സോ ബോണ്ട് എൻതാൽപ്പി എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ കേസൊക്കെ ഇതിപ്പോൾ ബോണ്ട് ഫോർമേഷൻ എൻതാൽപ്പി ആയിട്ടും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിട്ടൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരാണ് ബോണ്ട് ഫോർമേഷൻ എൻതാൽപ്പി. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയുടെ പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി. ഉദാഹരണത്തിന് ഞാൻ ഹൈഡ്രജൻ എന്നൊരു മോളിക്യൂൾ പരിഗണിച്ചു. ഈ ഹൈഡ്രജൻ എന്ന മോളിക്യൂൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളിനെ 2 ഹൈഡ്രജൻ ഗ്യാസുകളായിട്ട് അതിൻ്റെ ബോണ്ട് ബ്രേക്കപ്പ് ചെയ്യാൻ, ഇത് മുറിക്കാൻ നമുക്ക് വേണ്ടുന്ന എനർജിയുടെ പേരാണ് ബോണ്ട് എനർജി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഞാൻ വേറൊരു മോളിക്യൂൾ എടുക്കുന്ന നോക്കോളൂ, H2O. സി, ഈ H2Oയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 OH ടൈപ്പ് ബോണ്ട് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് എ, ഇത് അതേ ബോണ്ട് ബി. ഇറ്റ് ഹാസ് ബീൻ സ്റ്റഡീഡ് ദാറ്റ് the energy required for breaking A and B are not same. അത് വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നതിൽ ഞാൻ ഈ എ ആദ്യം മുറിഞ്ഞു, അപ്പോൾ ഒരു എച്ച് ഗ്യാസും പ്ലസ് ഒരു OH ഗ്യാസും കിട്ടി. ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, സോറി, ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് 498 കിലോ ജൂളാണ്. ഡെൽറ്റ എച്ച് ഈക്വൽസ് 498 കിലോ ജൂൾ. ഡെൽറ്റ എച്ച് ഈക്വൽസ് 498 കിലോ ജൂൾ. ഇനി ഞാൻ ഈ രണ്ടാമത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പരിഗണിക്കുകയാണ്, അഥവാ ബി ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും എച്ചും O ഗ്യാസുമായിട്ട് മാറി, എച്ച് ഗ്യാസും O ഗ്യാസുമായിട്ട് മാറി. ഇത് 430 കിലോ ജൂളാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് OHൻ്റെ ബോണ്ട് എനർജി എത്രയാണെന്ന്. അപ്പോൾ നമ്മൾ ഏതാ പറയുക? എ പറയുമോ ബി പറയുമോ? കൺഫ്യൂഷൻ ആയില്ലേ? ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ് പറയുക. So average bond energy of OH bond equals 498 plus 430 divided by 2 എടുത്താൽ മതി. എത്ര കിട്ടത്? 500ഉം 828, അപ്പം 464 കിലോ ജൂളാണ് ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മക്കളെ? ബോണ്ട് എൻതാൽപ്പി നമുക്ക് ഒരൊറ്റ ടൈപ്പ് അഥവാ ഡയാറ്റോമിക് മോളിക്യൂൾ ഒരൊറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. അത്തരം കേസിൽ നമ്മൾ സാധാരണ ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന കൺസെപ്റ്റാണ് ഉപയോഗപ്പെടുത്തുക. എന്നാൽ ഒരേ ടൈപ്പ് ബോണ്ട് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവിടെ മീൻ ബോണ്ട് എൻതാൽപ്പി എന്നോ അല്ലെങ്കിൽ ആവറേജ് ബോണ്ട് എൻതാൽപ്പി എന്നോ ആണ് പറയുക. കുഴപ്പമൊന്നുമില്ലല്ലോ, മീൻ ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ആവറേജ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട് ഓഫ് 1 മോൾ ബോണ്ട്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് എ പെർട്ടിക്കുലർ ബോണ്ട് ഇൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അഥവാ അതിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ 1 മോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എൻതാൽപ്പിയുടെ പേരാണ് എന്തിടാ ബോണ്ട് എൻതാൽപ്പി, റൈറ്റ്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് നമുക്കുള്ള ഇൻഫർമേഷൻ, ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി കാണാൻ സമ്മേഷൻ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സമ്മേഷൻ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് ചെയ്താൽ മതി. രസമല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മളിതുവരെ പഠിച്ച പോലെ തന്നെ വെറൈറ്റി എൻതാൽപ്പീസിൽ നിന്ന് നമുക്ക് എൻതാൽപ്പീസ് ഓഫ് റിയാക്ഷൻ കാണാനുണ്ട്. ഇപ്പോൾ എല്ലാ കേസിലും റിയാക്റ്റൻറ്റ് മൈനസ് പ്രോഡക്റ്റ് ആണ്. ഫോർമേഷൻ എൻതാൽപ്പിയുടെ കേസിൽ മാത്രമാണ് നമ്മൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് എടുത്തത്. ഒരു പ്രശ്നമില്ല, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ ബോണ്ട് എനർജി ഓഫ് HCl given that enthalpy of formation of HCl is 91 kJ per mole and the bond dissociation energy of H2 and Cl2 are അതും തന്നിട്ടുണ്ട്. ചോദ്യം, വാട്ട് ഈസ് ദ ബോണ്ട് എനർജി ഓഫ് HCl ആണ്. നോക്കാം. H2 plus Cl2 gives 2HCl. പല രീതിയിലും ചെയ്യട്ടെ മക്കളെ. ഇതിൽ എന്താ തന്നിട്ടുള്ളത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? ഡെൽറ്റ എച്ച് ഈക്വൽസ് 91 കിലോ ജൂൾ പെർ മോൾ. 91 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ആൻഡ് ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് H2 ആൻഡ് Cl2 ആർ 430 ആൻഡ് 242 കിലോ ജൂൾ. ഇത് 430 ആണ്, ഇത് 242 ആണ്. ഓക്കെ, 242 ആണ്.
എങ്കിൽ ഇതിൻ്റെത് എത്രയാണ് എന്നാണ് ചോദ്യം. 2 × x എന്ന് എഴുതി ഞാനത്, കാരണം രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ നോക്ക്, ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്ക്, 430 പ്ലസ് 242 ഇപ്പോൾ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ്റായി മൈനസ് 2 × x ഈക്വൽസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ദാറ്റ് ഈസ് 91 kJ. നിങ്ങൾ കണ്ടുകൂടെ എക്സ് എന്താണെന്നുള്ളത്? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ് ഈക്വൽസ് 427 kJ എന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് ഇതും തന്നു, ഇതും തന്നു, ഇത് തന്നിട്ടില്ല, പക്ഷേ റിയാക്ഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. നമ്മൾ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റിൽ നിന്നും ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് തന്നിട്ട് കുറച്ചാൽ മതി. ഇതിലിപ്പോൾ നമുക്ക് ഇതും തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്, ഇതാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. കണ്ടുപിടിച്ചാൽ പോരെ, ഈസി. അവിടെ 2x കണ്ടിട്ട് എക്സിനെ ബൈ 2 ചെയ്താൽ മതിയല്ലോ ഫൈനൽ ആൻസർ കിട്ടാൻ. യെസ്. വൺ മോർ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഫോർ ദ റിയാക്ഷൻ. ഇതാ given that bond energies of HH, BR, HBr തന്നിട്ട്. ഓക്കെ ഫൈൻ, നോക്കിക്കോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് H2 പ്ലസ് Br2 gives 2HBr. ഇതിൻ്റെ എൻതാൽപ്പി കാണാനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? HHൻ്റെ ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. എത്രയാണ്? 435 kJ. Br2ൻ്റെ ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. എത്രയാണ്? Br2ൻ്റെ ബോണ്ട് എൻതാൽപ്പി എത്രയാണെന്നുള്ളത് 192. HBrൻ്റെ ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. എത്രയാണ്? 364 അല്ലേ? നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാനല്ലേ. സോ വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? സമ്മേഷൻ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ മൈനസ് സമ്മേഷൻ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ്. എന്താണ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ്റ്? 435 പ്ലസ് 192 മൈനസ് 2 × 364. By solving this, you will get minus 101 kJ. എന്ത് രസമാണ് അല്ലേ? H2 plus Br2 gives to HBr minus 101 kJ. ഇത് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം ഇവിടെ ഓർമ്മ വന്നത് മക്കളെ. ഇവിടെ ഈ 91 kJ per mol ഉണ്ടല്ലോ, ഇത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl നെഗറ്റീവാണ്. ഇത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നെഗറ്റീവായിട്ട് എടുത്ത് ചെയ്താലേ ഉത്തരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോവും. അപ്പോൾ സാധാരണ ഫോർമേഷൻ എൻതാൽപ്പി നെഗറ്റീവ് ആകും, പ്രത്യേകിച്ച് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl ഒക്കെ നെഗറ്റീവാണ്, റൈറ്റ്? അപ്പോൾ ഫോർമേഷൻ എൻതാൽപ്പി ഇതിപ്പോൾ ഇവിടെ മാറിയതായിരിക്കും എനിക്ക് തോന്നുന്നു. സാധാരണ നെഗറ്റീവ് തരും, ഓക്കെ. പക്ഷേ ബോണ്ട് എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് വരുള്ളൂ കേട്ടോ. ബോണ്ട് എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് വരുള്ളൂ. നമ്മൾ എനർജി ബോണ്ട് എൻതാൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. ബോണ്ട് ഫോർമേഷൻ എൻതാൽപ്പി ആണെങ്കിൽ നമുക്ക് തരുന്നുണ്ടാവുക നെഗറ്റീവായിരിക്കും. ഫൈൻ, യെസ്. ആകെ കൺഫ്യൂസ് ആവരുത്, 2-3 പ്രാവശ്യം പറഞ്ഞത് വീണ്ടും കേട്ടാൽ ശരിയാവും. സോ സാധാരണ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ട് ബോണ്ട് ഫോർമേഷൻ എൻതാൽപ്പി സാധാരണഗതിയിൽ നെഗറ്റീവാണ് വരിക. ബോണ്ട് ഫോർമേഷൻ അല്ല, ബോണ്ട് ഫോർമേഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്, പക്ഷേ ഒരു മോളിക്യൂൾ ഫോർമേഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവാണ് സാധാരണ രീതിയിൽ വരിക കേട്ടോ, റൈറ്റ്. ഇനി അടുത്ത പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഓഫ് ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥെയ്ൻ. ഈഥെയ്ൻ അല്ല, ഈഥീൻ. given that the bond energies of CC, CH, HH, CC are. ഓക്കെ, നോക്കാം. ആദ്യം എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥീൻ്റെ ഇക്വേഷൻ എഴുതട്ടെ. ഈഥീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C വിത്ത് 2 ഹൈഡ്രജൻ ഓൺ ഈച്ച് കാർബൺ. ഇതിലേക്ക് നമ്മൾ വേറൊരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഹൈഡ്രോജനേഷൻ നടത്തുമ്പോൾ ഈഥെയ്ൻ കിട്ടുന്നു. ഇവിടെ നമുക്കറിയാം 3 ഹൈഡ്രജൻ ഉണ്ട് ഓരോ കാർബണിലും. ഓക്കെ, ചോദ്യം ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി എത്രയാണ് എന്നാണ്. വളരെ സിമ്പിളാണ്. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽസ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് റിയാക്റ്റൻറ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പിയും പ്രോഡക്റ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പിയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽസ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ്റ് നോക്കുക. ഇവിടെ നോക്ക് 1 2 3 4 4 CH ബോണ്ട് ഉണ്ട്. സോ 4 × CH ബോണ്ടിൻ്റെ എൻതാൽപ്പി പ്ലസ് 1 C ഡബിൾ ബോണ്ട് C ഉണ്ട്. അപ്പോൾ 1 × C ഡബിൾ ബോണ്ടിൻ്റെ C പ്ലസ് ഇപ്പോൾ ഇയാളത് കഴിഞ്ഞിട്ടാണ്
പിന്നെ ഒരു H2ൻ്റെ ദാറ്റ് ഈസ് HH ബോണ്ട് എന്താൽപ്പി ഉണ്ട്. അപ്പോൾ റിയാക്റ്റൻ്റ് കംപ്ലീറ്റ് ആവും. ഞാൻ ഇങ്ങനെ കാണിച്ചു റിയാക്റ്റൻ്റ്. ഇനി മൈനസ് പ്രോഡക്റ്റ് ചെയ്യാൻ പോവാണ്. പ്രോഡക്റ്റിൽ ആരൊക്കെയുണ്ട്? പ്രോഡക്റ്റിൽ 6 CH ഉണ്ട്. 1 2 3 4 5 6 അല്ലേ? സോ 6 ഇൻറ്റു ബോണ്ട് എന്താൽപ്പി ഓഫ് CH പ്ലസ് പിന്നെ ഒരു CCയും ഉണ്ട്, ഒരു CCയും. ഇത് ചെയ്താൽ നിങ്ങൾ ഉത്തരം കിട്ടും. നമുക്ക് CHൻ്റെ ബോണ്ട് എന്താൽപ്പി എന്താ തന്നിട്ടുള്ളത്? CHൻ്റെ ബോണ്ട് എന്താൽപ്പി ആദ്യം ഞാൻ തന്ന ബോണ്ട് എന്താൽപ്പി CC തന്നിട്ടുണ്ട്. CC 619. CC ഇത് തന്നിട്ടുണ്ട്. ഇത് 619 ഞാൻ ജസ്റ്റ് താഴെ ചെയ്തട്ടെ എഴുതി. CH എന്ന് പറയുന്നത് 436 ഇത് 436 HH എന്ന് പറയുന്നത് 430. CH എവിടാ? CH 436. HHോ? HH ആണല്ലോ 436. HH 436. HH 436. CH CC 347. CC ഇവിടെ CC ഉണ്ടല്ലോ, അത് 347 ആണ് തന്നിട്ടുള്ളത്. CHO? CHൻ്റെ ബോണ്ട് എനർജി തന്നിട്ടില്ലേ ഇതിൽ? CC 340. ഇപ്പം ഇത് നമ്മൾ എഴുതിയല്ലോ അല്ലേ? ഇത് നമ്മൾ എഴുതി, ഇത് നമ്മൾ എഴുതി, ഇത് നമ്മൾ എഴുതി. 3 റീഡിങ് 1 2 ഒരു റീഡിങ് മിസ്സിങ് ആണ്. ഒരു റീഡിങ് മിസ്സിങ് ആണ്. CH ബോണ്ട് എനർജി മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ CH ബോണ്ട് എനർജി ഇല്ലാതെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യം മനസ്സിലായപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ ഇതിന് കട്ട് ചെയ്യണേ, ഞങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര ഉള്ളൂ? 4 ഇൻറ്റു CH ബോണ്ട് എനർജി എത്രയാണോ അത് നോക്കുക. അത് 436 അല്ല, 436 എന്നുള്ളത് CHൻ്റെ HH ബോണ്ട് എന്താൽപ്പിയാണ്. CHൻ്റെ ബോണ്ട് എന്താൽപ്പി ഏകദേശം ഒരു 400 റേഞ്ചിലാണ് വരിക. എനിവേ ഞാനൊരു കാര്യം ചെയ്യുക, അതൊരു 400 കരുതിക്കോ. ഇത് 400 കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 400 പ്ലസ് ഇത് ഒന്നേ ഉള്ളൂ 619 പ്ലസ് ഇത് ഒന്നേ ഉള്ളൂ 436 മൈനസ് ഇത് 6 ഉണ്ട്. സോ 6 ഇൻറ്റു എത്രയായിരുന്നു ആളുള്ളത് അത് പ്ലസ് ഒരെണ്ണം അത് 347. അത് ചെയ്താൽ ഉത്തരം കിട്ടും. ഓക്കെ. സോ ഇവിടെ റീഡിങ് മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽ തരുമ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടോപ്പിക്കാണല്ലേ ഇനി. സോ ബോണ്ട് എന്താൽപ്പിയും അതുബന്ധമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നമ്മൾ തീർന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ലാറ്റിസ് എന്താൽപ്പി. അടുത്ത എന്താൽപ്പിയാണ് ലാറ്റിസ് എന്താൽപ്പി. നമ്മളിപ്പോൾ ഏതൊക്കെ എന്താൽപ്പി പഠിച്ചു? ഫോർമേഷൻ, കമ്പഷൻ, അറ്റോമൈസേഷൻ, ദെൻ ബോണ്ട് എന്താൽപ്പി, ദെൻ 4 വേറെ ഏതൊക്കെ പഠിച്ചു? ഡൈല്യൂഷൻ എന്താൽപ്പി, എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ, അങ്ങനെ ഒരൊക്കെ പഠിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എന്താൽപ്പി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ലാറ്റിസ് എന്താൽപ്പി. എന്താണ് ലാറ്റിസ് എന്താൽപ്പി നോക്കാം. റെഡി അല്ലേ? ലാറ്റിസ് എന്താൽപ്പി. ലാറ്റിസ് എന്ന വാക്ക് നമ്മൾ സോളിഡിന് ഉപയോഗിക്കുന്നതാണ്. അയോണിക് സോളിഡുകൾക്കൊക്കെ നമ്മൾ ലാറ്റിസ് സ്ട്രക്ചർ എന്നൊക്കെ പരിചയമുണ്ടല്ലോ. ഒരു 1 മോൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോളിഡ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഗ്യാഷ്യസ് അയോണായിട്ട് മാറാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയുടെ പേരാണ് ലാറ്റിസ് എന്താൽപ്പി. ഇത് ഏകദേശം ഈ എനർജി എന്ന് പറയുന്നത് 788 കിലോ ജൂളാണ്. സോ വാട്ട് ഈസ് ലാറ്റിസ് എന്താൽപ്പി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 മോൾ ഓഫ് ആൻ അയോണിക് സോളിഡ് ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഗ്യാഷ്യസ് അയോൺ. 1 മോൾ അയോണിക് സോളിഡിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഗ്യാഷ്യസ് അയോൺ ആക്കി മാറ്റാൻ വേണ്ടുന്ന എന്താൽപ്പിയുടെ പേരാണ് എന്ത്? ലാറ്റിസ് എന്താൽപ്പി. ഓക്കെ. പക്ഷേ ലാറ്റിസ് എന്താൽപ്പി നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് cannot ബി മെഷേർഡ് ഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ എന്താൽപ്പികൾ മെഷർ ചെയ്യാൻ അപ്പാരറ്റസുകളുണ്ട്, അത് വെച്ച് ചെയ്താൽ കിട്ടും. എന്നാൽ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ചെയ്യൽ മറ്റുള്ള തെർമോകെമിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് SS ലോ പ്രകാരം ചെയ്യുക. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് അതർ തെർമോഡൈനാമിക്കൽ ഡാറ്റ, അതർ തെർമോകെമിക്കൽ അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡാറ്റ based on Hess's law, and that is what is called Born-Haber cycle. ഒന്നും പ്രശ്നമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വെയിറ്റ് നമുക്ക് മറ്റുള്ള ഡാറ്റകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേക മെത്തേഡിലൂടെ ലാറ്റിസ് എന്താൽപ്പി കാണാൻ പറ്റും. അങ്ങനെ ലാറ്റിസ് എന്താൽപ്പി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിൻ്റെ പേരാണ് ബോൺ-ഹേബർ സൈക്കിൾ.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോൺ ഏബർ സൈക്കിൾ വഴി സോഡിയം ക്ലോറൈഡിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് കണ്ടോളൂ. സി ഇതാ ഇവിടെ നിങ്ങൾക്ക് സി ഐ ഹോപ്പ് യുവർ നോ പ്രോബ്ലം, ഞാൻ അതിന് മേലെ എഴുതാം. സി സോഡിയം എന്ന സോളിഡ് ആറ്റം, ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് ഐ റൈറ്റ് ഇൻ ബ്ലാക്ക് കളർ. സോഡിയം എന്ന സോളിഡ് ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് സോളിഡ് ഉണ്ടാകുന്നു. ഇതാണ് സോഡിയം ക്ലോറൈഡ് ഫോർമേഷൻ്റെ സാധനം. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ ആയതുകൊണ്ട് ഈ എൻതാൽപ്പിയെ ഞാൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നു. ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് പ്രോസസ്സും ചേർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ആക്ച്വലി സോഡിയം എന്ന സോളിഡ് അതിൻ്റെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും ഒരുപാട് പ്രോസസ്സ് നടന്നിട്ടാണ് ഈ കോലത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിലേക്ക് എത്താൻ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ. ആദ്യം സോഡിയം എന്ന സോളിഡ് ആറ്റം സോഡിയം എന്ന ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറും. നമുക്കിതിനെ സബ്ലിമേഷൻ എൻതാൽപ്പി എന്നോ അറ്റോമൈസേഷൻ എൻതാൽപ്പി എന്നോ വിളിക്കാം. ഇതിൻ്റെ വാല്യൂ +108 കിലോ ജൂളാണ്. ഓക്കെ, പിന്നീട് ഈ സോഡിയം എന്ന ഗ്യാഷ്യസ് ആറ്റം സോഡിയം എന്ന ഗ്യാഷ്യസ് അയോണായിട്ട് മാറും. ഈ അയോണൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണല്ലോ അയോണൈസേഷൻ എൻതാൽപ്പി. അതിൻ്റെ വാല്യൂ 496 കിലോ ജൂളാണ്. രണ്ടും പോസിറ്റീവാണ്. ഇതേപോലെ ക്ലോറിൻ എന്ന ഗ്യാഷ്യസ് മോളിക്യൂള് എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 ക്ലോറിൻ ആറ്റമായിട്ട് മാറും. ഇത് അര ക്ലോറിൻ ആയതുകൊണ്ട് 1 ക്ലോറിൻ ആറ്റമായിട്ട് മാറും. അതിന് വേണ്ട എനർജിയെ നമുക്ക് ഡിസോസിയേഷൻ എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി, അറ്റോമൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയാം. കാരണം ഒരു മോളിക്യൂൾ അതിൻ്റെ ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറുന്നതിൻ്റെ പേരാണല്ലോ ഇത്. അറ്റോമൈസേഷൻ എൻതാൽപ്പി ആണെങ്കിൽ ഹാഫ് എടുക്കണം, കാരണം ഇത് ഒരു മോളിക്യൂൾ അല്ല, അര മോളിക്യൂൾ അടുത്തുള്ളത്. അപ്പോൾ അര മോളിക്യൂൾ ആകുമ്പോൾ നിങ്ങൾ ബോണ്ട് എൻതാൽപ്പി ആകുമ്പോഴും അര എടുക്കണം. ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് കാണിച്ചുകൊണ്ട് കുഴപ്പമില്ല, കറക്റ്റാണ് കൊടുത്തത്. ശരിക്കും 244ൻ്റെ പകുതിയാണ് 128 വന്നിട്ടുള്ളത്. ശരിക്കുള്ളത് എങ്ങനെ ഉണ്ടാവുക, ഒരു Cl2 ഡിസോസിയേറ്റ് 2 Cl ആവുകയാണ്. ഇതിനെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയാം, അറ്റോമൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം, ഒക്കെ പറയാം. പക്ഷെ നമ്മൾ ആ ഹാഫ് എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്തു, നോ പ്രോബ്ലം, ഡിസോസിയേഷൻ. ഓക്കെ, ആ Cl ഗ്യാസ് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് Cl- ഗ്യാസ് ആവുന്നു. ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി. ദാറ്റ് ഈസ് 349 കിലോ ജൂളാണ്. ഇത് ഇലക്ട്രോൺ സ്വീകരിച്ച് മൈനസാണ്. ഇനി ഈ 2 അയോണുകൾ കൂടിച്ചേരും, ഗ്യാഷ്യസ് അയോണുകൾ കൂടിച്ചേരും. എന്നിട്ട് എന്ത് കിട്ടും, സോഡിയം ക്ലോറൈഡ് സോളിഡ് കിട്ടും. ഈ പ്രോസസ്സിൻ്റെ റിവേഴ്സ് എന്തായിരുന്നു, ഈ പ്രോസസ്സിൻ്റെ റിവേഴ്സാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് ഇവിടെ. ദാറ്റ് ഈസ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കണ്ടുപിടിച്ചാൽ ഞാൻ അതിനെ ഡെൽറ്റ ലാറ്റിസ് എന്ന് കാണിക്കട്ടെ. ഡെൽറ്റ ലാറ്റിസ് എൻതാൽപ്പി ഇത് എത്രയാണ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തറിഞ്ഞിരുന്നാൽ മതി, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിച്ചൂടെ. ഏത് ലോ, ഹെസ്സസ് ലോ പ്രകാരം കണ്ടുപിടിക്കാം. ഞാനത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് കണ്ടോളൂ. ഇതാ, സി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl ഈസ് ഈക്വൽസ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഓഫ് Na പ്ലസ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് Na പ്ലസ് എൻതാൽപ്പി ഓഫ് dissociation of half Cl2 പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. ഞാൻ ലാറ്റിസ് എൻതാൽപ്പി U എന്ന് റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ, U. അപ്പോൾ ഇനി ലാറ്റിസ് എൻതാൽപ്പി, ഈ വാല്യൂ ആരുടെ വാല്യൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് -411 ആണ്. ഈക്വൽസ് സബ്ലിമേഷൻ 108 പ്ലസ് ഇത് 496 പ്ലസ് മറ്റേത് 122 മൈനസ് 349 പ്ലസ് U എന്ന് കിട്ടും. U എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പി. സോ ബൈ സോൾവിങ് U you will get
788 കിലോ ജൂൾ. ഓക്കെ, ഇതിപ്പോൾ ലാറ്റിസ് ഫോർമേഷൻ്റെ ആണ് കിട്ടിയത്. ഈ യു എന്ന് പറയുന്നത് ലാറ്റിസ് ഫോർമേഷനുമാകാം, ലാറ്റിസ് ഡിസോസിയേഷനുമാകാം. സാധാരണ നമ്മൾ ബോണ്ട് എൻതാൽപ്പി പറയുമ്പോഴും ലാറ്റിസ് എൻതാൽപ്പി പറയുമ്പോഴൊക്കെ ഡിസോസിയേഷനാണ് പറയുക. സോ ലാറ്റിസ് ഫോർമേഷൻ്റെ സമയത്ത് 788 കിലോ ജൂൾ വിടുന്നു. ദർഫോർ ലാറ്റിസ് ഡിസോസിയേഷൻ ദാറ്റ് ഈസ് ലാറ്റിസ് എൻതാൽപ്പി ഈക്വൽസ് -788 കിലോ ജൂൾ എന്ന് പറയാം. ഇവിടെ നിന്ന് എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഒരുപാട് തെർമോഡൈനാമിക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ലാറ്റിസ് എൻതാൽപ്പി കാണാൻ പറ്റും. ഹെസ്സസ് ലോ അപ്ലൈ ചെയ്താൽ മതി. കിട്ടിയില്ലേ? ഇവിടെ ഒന്നും വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്യും. ഒന്നുകൂടി കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങണം. സോ ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് മനസ്സിലായി. ഒരു അയോണിക് സോളിഡിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഗ്യാഷ്യസ് അയോണാക്കാൻ വേണ്ട എൻതാൽപ്പിയാണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, ബോൺ ഏബർ സൈക്കിൾ വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. എന്താ ബോൺ ഏബർ സൈക്കിൾ? ഇറ്റ് ഈസ് എ മെത്തേഡ് ടു കാൽക്കുലേറ്റ് അൺനോൺ എൻതാൽപ്പീസ് ലൈക്ക് ലാറ്റിസ് എൻതാൽപ്പി ഫ്രം അതർ തെർമോഡൈനാമിക് ഡാറ്റ. അത് എസ് ലോയുടെ ബേസിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ അതിൻ്റെ ബോൺ ഏബർ സൈക്കിൾ പരിഗണിച്ചു. സോഡിയവും ക്ലോറിനും കൂടിച്ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ കാണിക്കുന്ന ഈ മെത്തേഡിനെയാണ് ബോൺ ഏബർ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് അതിൽ നിന്നും കാണാത്തതിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി ഏതാച്ചാൽ കാണേണ്ടത് ഏതാണോ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് ഡയലൂഷൻ. അടുത്തൊരു എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഡയലൂഷൻ. ഒന്നുമില്ല, ഇപ്പോൾ നമ്മളെടുത്ത് എൻതാൽപ്പി ഓഫ് ഡയലൂഷന് വേണ്ടിയിട്ട് നമ്മളെടുത്തപ്പോൾ KCl ആണ് ഉള്ളതെന്നിരിക്കട്ടെ. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. KCl എന്ന സാധനം നമ്മൾ വെള്ളത്തിലിട്ടു. അപ്പോൾ ഞാൻ 20 യൂണിറ്റ് വെള്ളത്തിലാണ് ഡിസോൾവ് ചെയ്തത്. അപ്പോൾ അത് KCl അക്വസ് ആവും. ദാറ്റ് ഈസ് KCl ഇൻ 20 യൂണിറ്റ് വാട്ടറിൽ. അപ്പോൾ നമുക്കൊരു എനർജി റിലീസ് ചെയ്യൂലേ? ഫോർ എക്സാമ്പിൾ അതൊരു 16 കിലോ ജൂളാണെന്നിരിക്കട്ടെ. 16 കിലോ ജൂളാണ്. ഇനി അതേപോലെ തന്നെ ഈ KCl ഞാൻ 20 അക്വസിന് പകരം ഞാൻ 100 അക്വസ് കുറേ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. അപ്പോഴും നമുക്ക് കിട്ടി അക്വസ്. പക്ഷേ ഇൻ 100 യൂണിറ്റ് വാട്ടറിലാണ് അത് ഡിസോൾവ് ആയത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എൻതാൽപ്പി ചെറിയ വ്യത്യാസം ഉണ്ടാവും. അറൗണ്ട് 18 കിലോ ജൂൾ ഞാൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എന്താ പറയുക സൊല്യൂഷനിൽ നിന്നും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഈ സൊല്യൂഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി ഇവിടെ വെള്ളം ഒഴിച്ചപ്പോൾ എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കുന്നതിന് പറയുന്ന പേരല്ലേ ഡയലൂഷൻ. ഈ ഡയലൂഷൻ്റെ ഫലമായിട്ട് അവിടെ റിലീസ് ചെയ്ത എനർജിയെ പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഡയലൂഷൻ. സോ വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഡയലൂഷൻ? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ഓർ അബ്സോർബഡ് ഡ്യൂറിങ് ദ ഡയലൂഷൻ ഓഫ് എ സൊല്യൂഷൻ ഫ്രം വൺ കോൺസെൻട്രേഷൻ ടു അനദർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടുത്തെ ഡയലൂഷൻ എത്രയാണ്? 18 - 16 ദാറ്റ് ഈസ് 2 കിലോ ജൂൾ. കണ്ട, അത് നെഗറ്റീവ് പോസിറ്റീവ് ആണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതെർമിക്കും ആകാം എൻഡോതെർമിക്കും ആകാം. അത് ഏതാണോ അതിനനുസരിച്ച് ഇവിടെ പ്ലസും മൈനസ് വ്യത്യാസം ഉണ്ടാവും. ഒരു സൊല്യൂഷനെ ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് മറ്റൊരു കോൺസെൻട്രേഷനിലേക്ക് ഡയലൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് എനർജി അബ്സോർപ്ഷനോ എവല്യൂഷനോ വരും. അതിൻ്റെ പേരാണ് എൻതാൽപ്പി ഓഫ് ഡയലൂഷൻ. റെഡി? ഓക്കെ, വളരെ സിമ്പിളായിരുന്നു. വളരെ പ്രധാനം മീൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും വല്ലാതെ ഇല്ലാത്തൊരു ഭാഗമാണ്. ഇനിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും മോശമില്ലാത്ത ടോപ്പിക്കാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. എന്താണെന്നറിയാം ഇത്? നല്ലോണം കേട്ടോളൂ. ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ന്യൂട്രൽ ആകുന്നതിനെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. ഇങ്ങനെ 1 ഇക്വലൻ്റ് H+, 1 ഇക്വലൻ്റ് OH- കമ്പൈൻ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ പേരാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. അപ്പോൾ നമ്മൾ 1 ഇക്വലൻ്റ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ 1 മോൾ HCl എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 മോൾ H+ ആണ് ഉണ്ടാവുക. പക്ഷേ 1 മോൾ സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മോൾ H+ ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം തീർക്കാൻ നമ്മൾ ഇക്വലൻ്റ് കൺസെപ്റ്റിലൂടെയാണ് ഈ സാധനം പറയാം. ഏത്? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ പറയാം. ഒന്ന് നോക്കി നോക്ക്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് during the neutralization reaction between 1 gram equivalent of a strong base with a strong acid. കണ്ടാ നോക്ക്, ഇതാ H+ഉം OH-ഉം 1 ഇക്വലൻ്റ് H+ഉം 1 ഇക്വലൻ്റ് OH-ഉം അല്ലെങ്കിൽ 1 മോൾ H+ഉം 1 മോൾ OH-ഉം അങ്ങനെ പറഞ്ഞാലും മതി. 1 മോൾ H+, 1 മോൾ OH-ഉമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരാണ് ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാല്യൂ. യു മസ്റ്റ് ലേൺ ദിസ്. എത്രയാണ്? 57.1 കിലോ ജൂൾ പെർ ഇക്വലൻ്റ്. ഇപ്പോൾ 1 മോൾ ആണെങ്കിൽ പെർ മോൾ എന്ന് പറയാം. 57.1 കിലോ ജൂൾ പെർ ഇക്വലൻ്റ് ആണ് ഈ വാല്യൂ എന്നുള്ളത് മനസ്സിലായല്ലോ.
കാണാൻ പഠിക്കണം. വാട്ട് ഈസ് ദ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ H2SO4 എന്ന് കിട്ടിയാലും HCl എന്ന് കിട്ടിയാലും HNO3 എന്ന് കിട്ടിയാലും ഒക്കെ H ആണല്ലോ കിട്ടുന്നത്. എവിടുന്ന് OH- കിട്ടിക്കഴിഞ്ഞാലും ബേസ് OH- തന്നെയാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എവിടെ നിന്ന് സംഭവിക്കുകയാണെങ്കിലും ഇതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ന്യൂട്രലൈസേഷനിൽ. അതുകൊണ്ട് റിലീസ് ചെയ്യുന്ന വാല്യൂ 57.1 kJ/equivalent ആകും. സോ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ എത്രയാണ്? 57.1 kJ/equivalent. എത്രയാണെന്ന് പറഞ്ഞാട്ടെ? 57.1 kJ/equivalent. എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ട് മൈനസ് കാണിക്കും. ആ വാല്യൂ നിങ്ങൾ 5 പ്രാവശ്യം പറഞ്ഞാൽ 57.1 57.1 57.1 57.1 57.1 kJ/equivalent. അതിനെ കാലറിയിലേക്ക് മാറ്റുമ്പോൾ 13.7. ഒന്ന് കിട്ടിയ ഒന്ന് പിന്നെ ഉണ്ടാക്കുമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ കണ്ണടിച്ചോളൂ. -13.7 kcal/equivalent. -13.7 kcal/equivalent. സോ നമുക്ക് എങ്ങനെ, വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ? 1 gram ഇക്വലൻ്റ് സ്ട്രോങ് ആസിഡും 1 gram ഇക്വലൻ്റ് സ്ട്രോങ് ബേസും ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി. അതല്ലെങ്കിൽ 1 mol H+, 1 mol OH- റിയാക്ട് ചെയ്ത് വാട്ടർ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന എനർജി. അങ്ങനെയും പറയാം. പക്ഷേ നമ്മുടെ കൺസെപ്റ്റ് മനസ്സിൽ വേണം കേട്ടോ. സി, it can also be taken as the quantity of heat liberated when 1 mol of water is formed from H+ and OH- from strong acid and strong base. ഓക്കെ, ഇനി വേറൊരു വിഷയം എന്താണെന്നറിയോ? ഇതൊരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആകുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. H2SO4, HNO3, HCl ഇതൊക്കെ സ്ട്രോങ് ആസിഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. എന്നാൽ വീക്ക് ആസിഡ് ആകുമ്പോൾ, ഇപ്പോൾ നമുക്ക് നല്ല ശ്രദ്ധിച്ചു, ഇനി ഞാൻ പറയുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. HCl എന്ന സാധനം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വേഗം അത് H+, Cl- ആകും. H+നെ ഫോം ചെയ്യാൻ നമ്മൾ വേറെ എനർജി കൊടുക്കണ്ട. അതേ സ്ഥാനത്ത് ഒരു വീക്ക് ആസിഡ് ലൈക്ക് അസറ്റിക് ആസിഡ് ആണെന്നിരിക്കട്ടെ, ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറേ H+ ഫോം ചെയ്യില്ല. മീൻസ് ഇതൊരു വീക്ക് ആസിഡാണ്. അപ്പോൾ കുറച്ച് എനർജി വിൽ ബി റിക്വയർഡ് ടു അയോണൈസ് ദിസ് C3COH. അപ്പോൾ ഈ ഒരു അയണൈസേഷന് കുറച്ച് എനർജി എടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ വിടുന്ന എനർജി ഇതിനേക്കാൾ കുറവായിരിക്കും. എങ്ങനെ HCl എന്ന ആസിഡിനെ നോക്ക്, HCl എന്ന ആസിഡിനെ NaOH എന്ന ബേസുമായിട്ട്, ഇത് സ്ട്രോങ് ആസിഡാണ്, സ്ട്രോങ് ബേസാണ്, ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 57.1 kJ എനർജി വിട്ട് വരും. എന്നാൽ അസറ്റിക് ആസിഡ് എന്ന വീക്ക് ആസിഡിനെ നമ്മളൊരു സ്ട്രോങ് ബേസുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഇത്ര എനർജി വിടില്ല. ഇതൊരു 57 ഉള്ള സ്ഥാനത്ത് ഒരു 55 54 വിടുള്ളൂ, സംതിങ് വിടുള്ളൂ. മീൻസ് ദ എമൗണ്ട് റിലീസ്ഡ് വിൽ ബി ലെസ് ദാൻ ദ ഒറിജിനൽ എമൗണ്ട്. കാരണം എന്താ, ഇവിടെ നമുക്ക് HCl നിന്ന് H+ വേഗം കിട്ടി, ഇവിടെ അത് കിട്ടുന്നില്ല. ഇവിടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി അങ്ങോട്ട് കൊടുക്കണം. ആ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ നോക്ക്, ഇവിടെ 55.4, ഇവിടെ 57.1. ഇനി ഇത് സ്ട്രോങ് ആയിരുന്നല്ലോ, അതും വീക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനിപ്പോൾ CH3COOH ന്യൂട്രലൈസ് ചെയ്യാൻ വേറൊരു വീക്ക് ബേസ് ഉപയോഗിച്ചു. ഏതാ വീക്ക് ബേസ്? ലൈക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അത് ബൈവാലൻ്റ് ആണ് അല്ലേ. സോഡിയം ലിഥിയം ഹൈഡ്രോക്സൈഡ്, അതൊക്കെ സ്ട്രോങ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു, പക്ഷെ ഇത് ബൈവാലൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ 2 OH- വിടും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വീക്ക് ആസിഡും ഇത് വീക്ക് ബേസുമാണെങ്കിൽ ഈ റിലീസ് ചെയ്ത എനർജി വീണ്ടും കുറയും. ഓക്കെ, എന്താ കാരണം? ഇയാളെ ന്യൂട്രലൈസ് ചെയ്ത് H+ ഉണ്ടാക്കാനും ഇയാളെ ന്യൂട്രലൈസ് ചെയ്ത് OH- ഉണ്ടാക്കാനും ഒക്കെ എനർജി അങ്ങോട്ട് വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിൻ്റെ എനർജി വിട്ടത് ഇതിനേക്കാളും കുറയാൻ കാരണം. അപ്പോൾ ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണ്? സ്ട്രോങ് ആസിഡ് വിത്ത് സ്ട്രോങ് ആസിഡ് ആകുമ്പോൾ 57.1 എനർജി വിടും. എന്നാൽ സ്ട്രോങ് ആസിഡ് വിത്ത് വീക്ക് ബേസ് ആകുമ്പോഴും വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ് ആകുമ്പോഴും വീക്ക് ആസിഡ് വിത്ത് വീക്ക് ബേസ് ആകുമ്പോഴും 57.1 കുറഞ്ഞ എനർജിയെ വിടുകയുള്ളൂ. റൈറ്റ് എന്ന് പറഞ്ഞാൽ 55.1 52.1 അങ്ങനെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഡിസോസിയേഷന് വേണ്ടിയിട്ടാണ് ബാക്കി എനർജി ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കിട്ടിയ എനർജിയിൽ നിന്നും നമുക്ക് ഡിസോസിയേഷൻ എനർജി കാണാൻ പറ്റും. അതെങ്ങനെ? ഇതൊന്ന് വായിച്ചു നോക്ക്. ഫോർ വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസസ് ദ വാല്യൂ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ 57.1. ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിന് കാരണം സം എനർജി ഈസ് നീഡഡ് ഫോർ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ്. സി, ലാർജർ ദ ഡിസോസിയേഷൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് വിൽ ബി ദ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യാൻ എത്രത്തോളം എനർജി ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ട, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ 57.1 അല്ലേ, ഇതിപ്പോൾ 50.1 ആണെന്നിരിക്കട്ടെ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 7.
അപ്പോൾ ഇത് 7 ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന എനർജി 7 ആണെന്നാണ്. ഞാൻ ഇതിന് 51.1 എടുക്കുകയാണെങ്കിൽ കണക്കൂട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്ര ഡിഫറൻസ് 2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഡിസോസിയേറ്റ് ചെയ്യാൻ എനർജി വേണ്ട, ഇയാളെ ഡിസോസിയേറ്റ് ചെയ്യാൻ 2 കിലോ ജൂൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അത് കൊടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെയും 57.1 തന്നെ ആയിരുന്നേനെ. അപ്പോൾ 57.1 നിന്ന് 2 കുറഞ്ഞു, ഇത് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ട എനർജി. അപ്പോൾ ഇത് ഇനി 2 ഉള്ളിടത്ത് 5 വേണ്ടി വന്ന അർത്ഥം എന്താ, 57 നിന്ന് 52 എത്തും. ഇവിടെ കുറേ എനർജി വേണ്ടി വരുന്നുവോ അത്രത്തോളം പുറത്തേക്ക് വിടുന്ന എനർജിയുടെ അളവ് കുറയും. അതാണ് ഈ പറഞ്ഞത് എന്ത്, ലാർജർ ദ ഡിസോസിയേഷൻ എനർജി ലെസ് നെഗറ്റീവ് വിൽ ബി ദ ന്യൂട്രലൈസേഷൻ എനർജി. ഇതിപ്പോൾ -55 ഉള്ളത് 57 ഉള്ളത് 55 കുറഞ്ഞു. ഇനിയും കുറേ ഡിസോസിയേഷൻ എനർജി കൂടുകയാണെങ്കിൽ 55 ഉള്ളത് വീണ്ടും -50 അങ്ങനെ കുറഞ്ഞു വരുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഇനി നോക്കുക, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻതാൽപ്പി ഓഫ് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ കാണാൻ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പിയിലേക്ക് 57.1 കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇവിടുത്തെ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി? ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതല്ലേ, -55.5 അല്ലേ. ഇതിൻ്റെ എൻതാൽപ്പി 2 കിലോ ജൂൾ ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞു, അത് ഒന്നുകൂടി പറയുന്നു നോക്കിക്കോളൂ. ഈ അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ എൻതാൽപ്പി, ഞാൻ പറയുന്നത് നോക്കിക്കോ, മാറ്റി പിടിക്കല്ലേ. ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് അസറ്റിക് ആസിഡ് കാണാൻ ഈ തന്ന എൻതാൽപ്പിയിലേക്ക് 57.1 കൂട്ടിയാൽ മതി. എത്രയാണത്? 2 കിലോ ജൂൾ കിട്ടിയില്ലേ? അതാണ് ചെയ്തത്. ഇതിങ്ങനെ കണക്കൂട്ടാണെന്നല്ല, മനസ്സിൽ തന്നെ കിട്ടും. കാര്യം മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. ഇനി ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്, HFൻ്റെ വാല്യൂ ഒരു വീക്ക് ആസിഡ് ആയിരുന്നിട്ടും 57.1 കൂടുതലാവുകയാണ് ചെയ്തത്. വാവ്! ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയത് 57.1 നോർമൽ വാല്യൂ, അതിനേക്കാളും കുറച്ച് വീക്ക് ആസിഡുകൾക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ HFന് അതിനേക്കാളും കൂടുതലാണ് കിട്ടിയത്. അതിന് കാരണം ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറൈഡ് അയോൺ വളരെ കൂടിയതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട എനർജിയേക്കാളും എനർജി മറ്റാൾ ഇപ്പോൾ HF നോക്കിക്കോ. ഇപ്പോൾ HF എന്ന സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ Hഉം Fഉം ഡിസോസിയേറ്റ് ചെയ്യാൻ നമ്മൾ എനർജി കൊടുക്കണം. പക്ഷേ ഉണ്ടായ HF H+ഉം F- ഇല്ലേ, ഈ F- ചുറ്റും കുറേ വാട്ടർ മോളിക്യൂൾ നിൽക്കുമ്പോൾ അവിടെ കുറേ എനർജി വിടും. ആ വിട്ട എനർജി ഇവിടെ ഉപയോഗിക്കുന്ന എനർജിയേക്കാൾ കൂടുതലായിരിക്കും. എങ്ങനെ ഇവിടെ 2 കിലോ ജൂൾ വേണമെന്നിരിക്കട്ടെ, പക്ഷേ ഇവിടെ 3 കിലോ ജൂൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3-ന്ന് 2 ഇവിടെ ഉപയോഗിച്ചാൽ പോലും 1 കിലോ ജൂളോടെ ബാക്കിയാണ്. അതും കൂടി നമുക്ക് എവിടെ കിട്ടും? ഈ ന്യൂട്രലൈസേഷൻ പ്രോസസ്സിൽ കിട്ടും. അപ്പോൾ 57 റിലീസ് ചെയ്യേണ്ട സ്ഥാനത്ത് അതിൻ്റെ മേലെ റിലീസ് ചെയ്യുന്ന അർത്ഥം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. ദാറ്റ്സ് ഓൾ. സോ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് HF ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 57.1 because of its greater hydration enthalpy. Even though it is a weak acid, ഡിസോസിയേഷൻ എൻതാൽപ്പി കഴിഞ്ഞാലും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ എക്സസ് വാല്യൂ ഇവിടെ ഉണ്ടാകും. അത് ന്യൂട്രലൈസേഷൻ്റെ കൂടെ റിലീസാകും. സോ വി വിൽ ഗെറ്റ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 57.1. ഓക്കെ, വാല്യൂ എന്ന് പറയുമ്പോൾ സൈൻ നോക്കരുത്, വിടുന്ന എനർജിയാണ് കേട്ടോ. സോ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പിയും കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് ആൻ ആസിഡ് ബൈ എ ബേസ് ഈസ് മാക്സിമം വെൻ ബോത്ത് വീക്ക് ആകുമ്പോഴാണോ? അല്ല, ബോത്ത് സ്ട്രോങ് ആകുമ്പോൾ, 2 സ്ട്രോങ് ആകുമ്പോൾ ബാക്കിയൊക്കെ അതിനേക്കാൾ കുറവല്ലേ കിട്ടുക. ദാറ്റ്സ് ഓൾ. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. സി ക്വസ്റ്റ്യൻ 1, ഫൈൻഡ് ദ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി, കാൽക്കുലേറ്റ് ദ ന്യൂട്രലൈസേഷൻ. നിങ്ങൾ നോട്ടിൽ എഴുതിയിരിക്കണം കേട്ടോ. കാൽക്കുലേറ്റ് ദ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ വെൻ ഒരു 0.5 mole KOH is neutralized with 0.5 mole HCl. Question 1. Question 2. 100 ml 0.5 molar HNO3 is neutralized with 200 ml 0.3 molar KNaOH. Okay, NaOH. Now let's see question. 500 ml 2 molar H2SO4 is neutralized with 500 ml ഒരു 3 molar ആയിക്കോട്ടെ. NaOH KOH ആരെങ്കിലും ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ ആൻസർ.
ഒന്നാമത്തെ കേസ് നമുക്കറിയാം എച്ച് പ്ലസ് പ്ലസ് ഒ എച്ച് മൈനസ് ഗീവ്സ് H2O. ഇതിൻ്റെ എനർജിയാണ് -57.1 കിലോ ജൂൾ അല്ലേ? ഇത് ഒരു മോൾ എച്ച് പ്ലസ് ഒരു മോൾ OH മൈനസും. ഇനി ക്വസ്റ്റ്യൻ എയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അരമോൾ KOH അഥവാ അരമോൾ ഫസ്റ്റ് ഈ കേസ് എടുക്കുകയാണെങ്കിൽ OH മൈനസ് എച്ച് പ്ലസും OH മൈനസും അവിടെ ഉണ്ട്. പക്ഷേ രണ്ടും 0.5 മോൾ വീതമാണ്. 0.5 മോൾ വീതം ഫോം ചെയ്യുന്നതും 0.5 ആവില്ലേ അല്ലേ? അപ്പോൾ ഒരു മോളിനാണ് 57.1. സോ അരമോളിന് 57.1/2 ഉണ്ടാകും. ദാറ്റ് ഈസ് ആൻസർ. എത്ര ഉണ്ടാവും? 28 അല്ലേ? 28 56, 28.5 57, 28.55 അത്രയും കിലോ ജൂൾ. കാര്യം മനസ്സിലായോ? എടാ ഒരു മോളിൻ്റെ കണക്കാണിത്. നമുക്ക് തന്നത് അരമോളാണ്. നേരാണ് ചെയ്താൽ പോരെ? യെസ്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? രസമായിട്ട് ചെയ്യാം. എന്തായാലും ചെയ്യല്ലേ, ബൈക്ക് പോലെ ഇരുന്നോട്ടെ. ഇതാ പ്രശ്നമാക്കണ്ട, ചെറിയ വളവൊന്നും പ്രശ്നമാക്കണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പരമാവധി അറ്റത്തേക്ക് നിന്നിട്ട് 100 ml. ബി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 100 ml 0.5 മോളാർ HNO3 പ്ലസ് 200 ml 0.3 മോളാർ. ആദ്യം നമുക്ക് ഇതിന് മോൾക്ക് മാറ്റണം. ഒരു കാര്യം ചെയ്യാം, നമുക്കറിയാലോ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഞാൻ പറയുന്നുണ്ട്. N ഈക്വൽസ് മൊളാരിറ്റി ഇൻറ്റു വോളിയം. ഈ വോളിയം ലിറ്ററിലാവണം, അപ്പോഴാണ് മോൾ കിട്ടുക, അല്ലെങ്കിൽ മില്ലി മോളാണ് കിട്ടുക. ഈ 100 ml ഞാൻ 0.1 ലിറ്റർ എന്ന് എഴുതി ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾ കിട്ടും. എത്രയാണത്? 0.05 എന്ന് കിട്ടിയില്ലേ? 0.05 മോളാണെന്ന് കിട്ടി. അപ്പോൾ ഒരാളുടെ കാര്യം തീരുമാനമായി. ഇയാളുടെ കാര്യം, ഇയാൾ എത്ര ഉണ്ട്? ഇയാൾ 200 ml, ഞാൻ 0.2 എന്ന് എഴുതി. ഞാൻ അതേപോലെ ഇവിടെ എഴുതട്ടെ. 0.2 ഇൻറ്റു എത്ര മോളാറാണത്? 0.3 മോളാർ അല്ലേ? അപ്പോൾ ഇത് 0.06 മോളാണെന്ന് കിട്ടി. കാര്യം മനസ്സിലായില്ലേ? ഇനി നോക്കിക്കോ, നമ്മളെ സംബന്ധിച്ച് എച്ച് പ്ലസ് പ്ലസ് OH മൈനസ് ഗീവ്സ് H2O ആണ്. ഇത് രണ്ടും ഒരു മോള് വീതം ആണ് വേണ്ടത്. ഒരു മോൾ എച്ച് പ്ലസും ഒരു മോൾ OH മൈനസും ആകുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് 57.1 വിടുക. ഇതിലിപ്പോൾ നമുക്കുള്ളത് ഒരാൾ 0.05 മോളും ഒരാൾ 0.06 മോളുമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, 0.05 മോളാണ് ഇവിടെ കുറവുള്ള ആളെ പ്രൊഡക്റ്റ് ആവുള്ളൂ, കൂടുതലുള്ള ആളെ എക്സസ് ആയിട്ട് നിൽക്കും. എക്സസ് റിയേജൻ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് പ്രൊഡക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എഴുതി നോക്കിക്കോളൂ. ഇയാളെ നമ്മൾ പരിഗണിക്കേണ്ട, അയാൾ കൂടുതലാണ് ഇയാളെക്കാളും. സോ 1 മോൾ ആയിരുന്നുവെങ്കിൽ 57.1 എങ്കിൽ 0.05 മോളായിരുന്നെങ്കിൽ എക്സ് ജസ്റ്റ് 57.5നെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? വെരി ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്. ഇനി എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എക്സ് എത്ര ഉണ്ടാവും? എക്സ് ഈക്വൽസ്, ഇത് വളരെ പെട്ടെന്ന് കണക്ക് ചെയ്ത് പോകുന്നവർ എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാവരും പരിഗണിച്ചിട്ട് വളരെ ബേസിക് ആയിട്ടാണ് പറയുന്നത്. സോ 57.1 ഡിവൈഡഡ് ബൈ 0.05 ഡിവൈഡ് ബൈ 1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ്. ഇവിടെ എക്സസ് OH മൈനസ് ഉണ്ടാവും. പ്രോഡക്റ്റ് സൈഡിൽ ഈ റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് ബേസിക് ആയിരിക്കും, കംപ്ലീറ്റ് ന്യൂട്രൽ ആയിരിക്കില്ല. പക്ഷേ എച്ച് പ്ലസ് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാകും. OH മൈനസ് കുറച്ച് എക്സസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ദിസ് വിൽ ബി ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. ഇതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ സി ക്വസ്റ്റ്യൻ? 500 ml 2 മോളാർ H2SO4ഉം 500 ml 3 മോളാർ NaOH. ഇത് നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ ചെറിയൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്താ പ്രശ്നം എന്നുള്ളത്? സി 500 ml 2 മോളാർ H2SO4 ഉണ്ട്. 500 ml 3 മോളാർ NaOH. KOH എന്തായിക്കോട്ടെ, എന്തായാലും OH മൈനസ് മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇവിടെ നോക്കിക്കോ, ഇതിൻ്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. 500 ഇൻറ്റു 500 ആകുമ്പോൾ 0.5. സോ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽസ് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. ഇത് മില്ലി ലിറ്ററിലായതുകൊണ്ട് ഞാൻ മില്ലി മോളാണ് കിട്ടുക. മില്ലി മോൾക്ക് മാറ്റാൻ 10⁻³ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ലിറ്റർക്ക് മാറ്റി ചെയ്യാം. 0.5 ഇൻറ്റു 2 ദാറ്റ് ഈസ് 1 മോളാണ് അതുള്ളത്. ഇതോ
0.5 ഇൻറ്റു 3. 1.5 മോളാണ് ഇതുള്ളത്. ഇനി നിങ്ങളൊരു കാര്യം നോക്ക്, ഒരു H2SO4 എത്ര, 1 മോളാണ്. 1 മോൾ H2SO4 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 H+ഉം SO4 2- അല്ലേ തരിക. സോ 2 മോൾ H+ തരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പ്രകാരം അതേ സ്ഥാനത്ത് ഇത് NaOH ആണ്. NaOH 1.5 മോളുണ്ട്. ഈ 1.5 മോൾ NaOH ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 OH- 1.5 തന്നെ Na+ഉം കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ H+ഉം OH- ചേർന്നിട്ട് H2O ഉണ്ടാകുമ്പോൾ ഇത് എത്ര ഉണ്ട്? ഇത് 2 മോളുണ്ട്. ഇതോ 1.5 മോളാണുള്ളത്. അപ്പോൾ വാട്ടർ എത്ര ഉണ്ടാവുള്ളൂ? 1.5 മോളേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു കുറഞ്ഞതാണ് പ്രോഡക്റ്റ് ആവുകയെന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 മോളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 57.1 കിലോ ജൂൾ എനർജി വിടും. ഇവിടെ 2 എടുക്കണോ 1.5 എടുക്കണോ? 1.5 എടുക്കണം. 1.5 ആണെങ്കിൽ എത്ര വിടും? 1.5 ഇൻറ്റു 57.1. നേരെ അങ്ങനെ ചെയ്താൽ പോരെ? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1ലേക്കാവുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ദിസ് ഈസ് ആൻസർ. സോ ദ ആൻസർ ഈസ് 1.5 ഇൻറ്റു 57.1. അത് ഇതിക്ക് 28.5 കൂട്ടിയ ഉത്തരം കിട്ടും. സോ ദിസ് ഇസ് ദ ആൻസർ, ഫൈനൽ ആൻസർ. ഓക്കെ. അപ്പോൾ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പിയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്തു. ഏകദേശം നമ്മൾ ട്രാക്കിലായിരിക്കുകയാണ്. നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കണ്ടാൽ മതി. വലിയ സംഭവമൊന്നുമില്ല, അതൊന്നും വളരെ ഈസിയാണ് അല്ലേ? വെരി വെരി ഈസി ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ന്യൂട്രലൈസേഷൻ എൻതാൽപ്പിയും കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മൾ എൻതാൽപ്പി കഴിഞ്ഞു തുടങ്ങി. ഒന്നുമില്ലല്ലോ? ഇല്ല. ഇനി ഇതോടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഓൾറെഡി പഠിച്ചതാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓൾറെഡി പഠിച്ചതാണ്. ഹൈഡ്രോജനേഷൻ എൻതാൽപ്പി അതൊന്നും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പ്രോബ്ലം ചെയ്തില്ലേ? ദാറ്റ്സ് ഓൾ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, ഈ എൻതാൽപ്പിയും ഇൻറ്റേർണൽ എനർജിയൊക്കെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു തിയറട്ടിക്കൽ അപ്രോച്ച് ജസ്റ്റ് ഇതൊന്ന് വായിച്ചാൽ മതി. നോക്കിക്കോ. We have seen that enthalpy change of a reaction is the heat evolved or absorbed at a constant constant pressure. അഥവാ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് QP ആണെന്ന്. അപ്പോൾ നമുക്ക് റിയാക്ഷനെ ഒരു പ്രത്യേക മീഡിയത്തിൽ വെച്ച് നടത്തുക, അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റ് മെഷർ ചെയ്യാൻ ഒരു പ്രത്യേക സൗകര്യപ്പെടുത്തിയാൽ മതി. അങ്ങനെയാണ്. ദ ഹീറ്റ് ചേഞ്ച് ഇൻ എ റിയാക്ഷൻ ക്യാൻ ബി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കലോറിമീറ്റർ. അത്തരം സെറ്റപ്പിൻ്റെ പേരാണ് കലോറിമീറ്റർ. Okay, the calorimeter is immersed in an insulated water bath fitted with a stirrer and a thermometer. The reaction is carried out in the calorimeter. The temperature of the bath is noted in the beginning and after the end of the reaction, and the change in temperature is calculated. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാ സമയം കളയേണ്ടതില്ല. എങ്ങനെ ഒന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുകയാണ്. കലോറിമീറ്റർ വെച്ചു, ഇവിടെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഈ കലോറിമീറ്റർ എന്നുള്ള ഹീറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടത്തേക്ക് വരും. ഇവിടെ എത്രത്തോളം ടെമ്പറേച്ചർ കൂടി എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Q = MC ∆T വെച്ചിട്ട് എത്ര ഹീറ്റാണ് പുറത്തേക്ക് വന്നത് കാണാൻ പറ്റും. കാരണം വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി അറിയാം, ഇവിടെ എത്ര വാട്ടറാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയാം. ∆T ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കിട്ടി, ഹീറ്റ് കണ്ടു. ഈ ഹീറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹീറ്റാണ് എന്ത്? ∆H. ഇതേ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും Q = MC ∆T എന്ന്. ഇത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാവുമ്പോൾ ഈ ചേഞ്ചിൻ്റെ പേര് ∆U എന്നാവും. അത്രേ ഉള്ളൂ. ഈ മെഷർമെൻറ്റ് കലോറിമീറ്റർ വെച്ചിട്ട് ചെയ്യും, ഈ മെഷർമെൻറ്റ് കലോറിമീറ്റർ വെച്ച് ചെയ്യും. ഈ മെഷർമെൻറ്റ് കലോറിമീറ്റർ തന്നെ അതിനെ ബോംബ് കലോറിമീറ്റർ എന്നാണ് വിളിക്കുക, ജനറലി കലോറിമീറ്റർ. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഈ സെറ്റപ്പ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പിടിക്കുന്നു. Knowing the heat capacity of water bath calorimeter and also the change in temperature, the heat absorbed evolved in the reaction can be calculated. This gives the enthalpy change. നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് അതിനെ പറ്റി പറഞ്ഞിട്ടില്ല അല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറുള്ള സ്ഥാനത്ത് കോൺസ്റ്റൻറ്റ് വോളിയം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കാണാൻ പറ്റും. അതിന് ബോംബ് കാലോറിമീറ്റർ എന്ന അപ്പാരറ്റസ് ആണ് ഇതിന് പറയാം. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇതോടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങൾ ചാപ്റ്ററിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കൽ പ്രോബ്ലം ചെയ്യലിലൂടെയാണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് NCERT ബാക്കിലെ പ്രോബ്ലംസൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ഈ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? ഫൈൻ. ഇനി മക്കളെ, ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ, നീഡ് ഫോർ ദ സെക്കൻഡ് ലോ.
ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ഹാസ് സം ലിമിറ്റേഷൻസ്. എന്തൊക്കെയാണ്? ദ ലോ ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എനർജി ടേക്സ് പ്ലേസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്തൊരു പാത്രം അല്ല 2 പാത്രമുണ്ട്. ഈ പാത്രത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പുറം കൊണ്ട് ഇതൊരു ഇൻസുലേറ്റഡ് വെസലും ഉള്ളുകൊണ്ടൊരു സ്റ്റീൽ പാത്രമാണെന്നിരിക്കട്ടെ. ഇവിടെ നല്ല ചൂടുള്ള ചായ വെച്ചു, ഹോട്ട് ടീ. ഓക്കെ, ഇവിടെ സാധാരണ വാട്ടർ എടുത്തു. തെർമോഡൈനാമിക്സ് പ്രകാരം ഫസ്റ്റ് ലോ പ്രകാരം എനർജി ട്രാൻസ്ഫർ വിൽ ടേക്സ് പ്ലേസ്. പക്ഷേ എവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് പറഞ്ഞു തരാൻ ഫസ്റ്റ് ലോ വെച്ച് മതിയാകുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഹീറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുക എന്നുള്ളത്. കാരണം നമുക്ക് കുറേയും കൂടി ഫസ്റ്റ് ലോനേക്കാൾ വിവരം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ ഹീറ്റ് ഇങ്ങോട്ടാണ് പോകുക എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അത് സെക്കൻഡ് ലോയിലൂടെ കിട്ടുള്ളൂ. സോ ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഏത് ഭാഗത്തേക്കാണ് എന്ന് പറഞ്ഞു തരാൻ ഫസ്റ്റ് ലോക്ക് പറ്റിയിട്ടില്ല. സോ അവിടെ അത് എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞു തരാൻ നമുക്കൊരു ലോ വേണം. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എൻ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പോണ്ടേനിറ്റി ഓർ ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്, ദാറ്റ് ഈസ് വെദർ എ പ്രോസസ് ഓക്കർ ഓർ നോട്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് ഉണ്ടാകുമോ ഇല്ലയോ? ഈ റിയാക്ഷൻ നടക്കാൻ നമ്മൾ എനർജി കൊടുക്കേണ്ടി വരുമോ അത് എങ്ങോട്ട് തരുമോ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ലോയുടെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വെച്ച് പറ്റില്ല. സെക്കൻഡ് ലോ അല്ലെങ്കിൽ മറ്റൊരു ലോ വെച്ച് നമുക്ക് ഇത് പറയാൻ കഴിയുകയുള്ളൂ. സോ വി ആർ ഇൻ നീഡ് ഓഫ് അനദർ ലോ. അതേപോലെ ഫസ്റ്റ് ലോ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ വൈ ദ നാച്ചുറൽ പ്രോസസ് ആർ ഇറിവേഴ്സിബിൾ. ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലോയുടെ ആവശ്യകതയെ പറ്റിയിട്ട് മനസ്സിലാക്കുകയാണ്, ഫസ്റ്റ് ലോക്കുള്ള ലിമിറ്റേഷനൊക്കെ തിരിച്ചറിയുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ 0th ലോയും സെക്കൻഡ് ലോയും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഓക്കെ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമോഡൈനാമിക്സിൻ്റെ അവസാനത്തെ പാർട്ടുകളാണ്. തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു, നല്ലോണം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കൂടെ എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലാണ് തെർമോഡൈനാമിക്സിൻ്റെ കൺസെപ്റ്റ് തലയിൽ കയറുകയുള്ളൂ. തെർമോഡൈനാമിക്സ് ഹയർ സെക്കൻഡറി ലെവലിൽ വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് വലിയ സംഭവമാണ് ശരിക്കും തെർമോഡൈനാമിക്സ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്ക് വേഗം മനസ്സിലാകും. ഇത് നീറ്റ് ലെവലിലായാലും JEE ലെവലിലായാലും ഒക്കെ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഹയർ ലെവൽ കുറച്ച് പ്രശ്നം തന്നെയാണ്. പക്ഷെ നമുക്ക് ലോവർ ബേസിക് ലെവലേ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ് ഭാഗ്യം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈൻ കൺവെൻഷൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഈക്വൽസ് Q + W എന്നാണ്. പക്ഷേ ഫിസിക്സിൽ നിങ്ങൾ കാണുക ഡെൽറ്റ Q = ഡെൽറ്റ U + ഡെൽറ്റ W എന്നാണ് കാണുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ രണ്ടും വ്യത്യാസമുള്ള പോലെ ഉണ്ടാവും. പക്ഷേ അവിടെ സൈൻ കൺവെൻഷൻ വർക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും സിസ്റ്റത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. സിസ്റ്റത്തിന് കിട്ടിയാൽ പോസിറ്റീവ്, സിസ്റ്റത്തിന് പോയാൽ നെഗറ്റീവ്. നമ്മളെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൺഫ്യൂഷന് സാധ്യതയില്ല. ഇനി ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കൺഫ്യൂസ് ആവാതിരുന്നാൽ മതി. ഓക്കെ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പോണ്ടേനിയസ് പ്രോസസ്സസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്പോണ്ടേനിയസ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നാച്ചുറലി ഒക്കറിങ് പ്രോസസ്സിന് പറയുന്ന പേരാണ് spontaneous process. The process which has a natural tendency to occur is called spontaneous process. നാച്ചുറലി ഒക്കറിങ് പ്രോസസ്സ് ഒക്കെ സ്പോണ്ടേനിയസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വളർച്ച, മരങ്ങൾ വളരുന്നു, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്. ഇനി സ്പോണ്ടേനിയസ് പ്രോസസ്സ് തന്നെ നമുക്ക് 2 തരത്തിൽ പറയാം. ചില സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ചെറുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ചില സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഓട്ടോമാറ്റിക് നടന്നോളും. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പേന കയ്യിൽ വെച്ചു, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച നടക്കുമോ? ഇല്ല. അതേ സ്ഥാനത്ത് ഇതേപോലെ ഞാൻ മുകളിൽ എനിക്ക് പിടിക്കാൻ കഴിയില്ല, അപ്പോഴത്തേക്കും പേന താഴേക്ക് വീഴും, അല്ലേ? അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് HCl ആഡ് ചെയ്തു. നമ്മളൊരു കെമിസ്ട്രിയിലുള്ള എക്സാമ്പിൾ പറയണമല്ലോ. സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് HCl ആഡ് ചെയ്തു, അവിടെ പ്രോഡക്റ്റ് ഉണ്ടാവും. നമ്മൾ വേറെ എക്സ്റ്റേണലി ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ കുറേ പ്രോസസ്സിന് എക്സ്റ്റേണൽ അസിസ്റ്റ് ഒന്നും ഇല്ലാതെ നടക്കും. എന്നാൽ ചില റിയാക്ഷന് ചെറിയൊരു ബിഗിനിങ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ബേണിംഗ് ഓഫ് ക്യാൻഡിൽ. ഒരു മെഴുകുതിരിയാണെന്ന് ഇരിക്കട്ടെ. ഇത് മെഴുകുതിരി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കത്തിപ്പിടിച്ച് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മളൊന്ന് ഇഗ്നീഷൻ നമ്മളൊന്ന് കത്തിച്ചു കൊടുക്കണം, അല്ലേ? കത്തിച്ച് കൊടുത്താൽ പിന്നെ അത് അങ്ങനെ കത്തി തീർന്നോളും. അതേപോലെ നമ്മുടെ വാഹനത്തിലുള്ള എൻജിൻ കമ്പഷൻ ആവണമെങ്കിലൊക്കെ തന്നെ ചെറിയൊരു തുടക്കം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിയാക്ഷനും അതും സ്പോണ്ടേനിയസ് പ്രോസസ്സ് തന്നെയാണ്. സോ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എക്സ്റ്റേണൽ അസിസ്റ്റ് ഇല്ലാത്ത പ്രോസസ്സാണ്. എന്നാൽ ചില പ്രോസസ്സിന് തുടക്കത്തിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഫൈൻ, ഓക്കെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഓൾ നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ആർ ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ആർ സ്പോണ്ടേനിയസ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറിവേഴ്സിബിൾ പ്രോസസ് ആർ സ്പോണ്ടേനിയസ് എന്നൊരു ചെറിയൊരു മീനിങ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇനി വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ സ്പോണ്ടേനിറ്റി? ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് സ്പോണ്ടേനിറ്റി. ഇപ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് റിയാക്ഷൻ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നടക്കുന്നില്ല. എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഹേതു ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ സ്പോണ്ടേനിറ്റി. കുറേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, കുറേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ല. അപ്പോൾ എന്താണ് കുറേ ആൾക്കാരെ സ്പോണ്ടേനിയസ് ആക്കുന്നത്? അതിനെപ്പറ്റി പഠിച്ചു നോക്കിയപ്പോൾ ആദ്യം ഡെൽറ്റ എച്ചുമായി ബന്ധപ്പെട്ട് പഠിച്ചു. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനൊക്കെ നോക്കിയപ്പോൾ അവരുടെ എല്ലാം ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി കുറയുക. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, സിസ്റ്റത്തിന് എപ്പോഴും എനർജി കുറയാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഈ എനർജി കുറയാൻ വേണ്ടിയിട്ടാണ് അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നത് എന്ന്. ഹാപ്പി അല്ലേ? പക്ഷെ കൂടുതൽ റിയാക്ഷനുകളിലേക്ക് പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ദർ ആർ റിയാക്ഷൻസ് വിച്ച് ആർ സ്പോണ്ടേനിയസ് ബട്ട് ആർ ഡെൽറ്റ എച്ച് വിത്ത് പോസിറ്റീവ് വാല്യൂ. ഡെൽറ്റ എച്ച് പോസിറ്റീവായ റിയാക്ഷനും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, നമുക്കറിയാലോ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അത് സാധാരണ സംഭവിക്കുന്ന റിയാക്ഷനാണ്, സ്പോണ്ടേനിയസ് ആണ്. അതേപോലെ തന്നെ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ നൈട്രജൻ ഓക്സിജനുമായി കൂടി ചേർന്ന് NO2 ഉണ്ടാകുന്നു, കാർബണും സൾഫറും കൂടി ചേർന്ന് കാർബൺ ഡൈ സൾഫൈഡ് ഉണ്ടാകുന്നു. ഇതെല്ലാം നാച്ചുറലി ഒക്കറിങ് ആണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്, ബട്ട് ഹാവ് പോസിറ്റീവ് ഡെൽറ്റ എച്ച് വാല്യൂ. അപ്പോൾ ആകെ കൺഫ്യൂഷനിലായി. നമ്മൾ ആദ്യം വലിയ സമാധാനത്തിലായിരുന്നു, സ്പോണ്ടേനിറ്റിക്ക് കാരണം എൻതാൽപ്പി കുറയാനുള്ള സിസ്റ്റത്തിൻ്റെ ടെൻഡൻസി ആണെന്ന്. പക്ഷേ there are reactions which are spontaneous but are delta H പോസിറ്റീവ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് എന്താണെന്നറിയാമോ? സിസ്റ്റത്തിന് അതിൻ്റെ റാൻഡംനെസ് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സിസ്റ്റം കാണിക്കുന്നേക്കുള്ളൂ. വി ഹാവ് എ സിസ്റ്റം. ഇതാ ഈ സിസ്റ്റത്തിന് സെൻറ്ററിലൊരു ഡിവിഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ഗ്യാസിൻ്റെ കളർ നിങ്ങൾക്ക് കാണാമോ? കണ്ടോ? ഇതാണ് ഈ സൈഡിലുള്ള ഗ്യാസിൻ്റെ കളർ. ഇങ്ങനെ രണ്ട് എന്താ പറയുക, അറ ഉള്ള ഒരു പാത്രമാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഗ്രീൻ കളറുള്ള ഏതെങ്കിലും ഒരു ഗ്യാസാണെന്ന് ഇരിക്കട്ടെ. ഫൈൻ. ഞാൻ ഈ പാത്രത്തിൻ്റെ ഈ നടുവിലുള്ള ബാരിയർ ഉണ്ടല്ലോ, അതിൽ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തു. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണെന്ന് അറിയോ? ഈ ഗ്രീൻ ഗ്യാസ് ഇവിടെയും കുറേ കാണാനുണ്ട്, ഇവിടെയും ഉണ്ട്. ഈ റെഡിഷ് കളറിലുള്ള ഗ്യാസ് അവിടെയുണ്ട്. ദാറ്റ് മീൻസ് ഗ്യാസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ച് ഒന്നായിട്ട് മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, വളരെ നല്ല രീതിയിൽ നിന്നിരുന്ന ഗ്യാസ് എന്തിനാണ് അങ്ങോട്ട് പോയത് അല്ലേ? സോ ദാറ്റ് മീൻസ് ഗ്യാസസ് നോട്ട് ഓൺലി ഗ്യാസസ്, സിസ്റ്റം വിൽ ഓൾവേസ് ഹാവ് എ ടെൻഡൻസി ടു ഇൻക്രീസ് ഇറ്റ്സ് റാൻഡംനെസ്. മാക്സിമം ഡിസോർഡർ ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ സിസ്റ്റത്തിന് താല്പര്യമുണ്ട്. ദിസ് റാൻഡംനെസ് ആണ് ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യാൻ കാരണമാക്കിയത്. ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് എന്തിനാണ് അങ്ങോട്ട് പോയത്? ഒന്നും കൂടി ഡിസോർഡർ ആയിട്ട് റാൻഡംനെസ് കൂട്ടി എൻജോയ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് റിയൽ ലൈഫിൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോകുകയാണെങ്കിലും ശരിയാണല്ലോ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും മോസ്റ്റ് ഓർഡേർഡ് സ്റ്റേറ്റ് ആയിരിക്കും. കുറച്ച് ലിബറലായ സാറാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഒന്ന് ഡിസോർഡർ ആവാൻ ശ്രമിക്കും. എന്നാൽ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിലോ ദ മോസ്റ്റ് ഡിസോർഡേർഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ സിസ്റ്റം ടു ഇൻക്രീസ് ഇറ്റ്സ് റാൻഡംനെസ് ഓൾവേസ്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി എൻതാൽപ്പി അല്ല കാര്യം, റാൻഡംനെസ് കൂടാനുള്ള ടെൻഡൻസിയാണെന്ന്. സോ ഞാൻ ഇവിടെ എഴുതി നോക്കിക്കോളൂ. റാൻഡംനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി നടന്നതെന്ന്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്താണെന്ന് കിട്ടിയതെന്ന് അറിയാമോ? ദർ ആർ റിയാക്ഷൻസ് വിച്ച് ആർ സ്പോണ്ടേനിയസ് ബട്ട് ഹാവ് റാൻഡംനെസ് ഡിക്രീസ് ഇൻ ദ റിയാക്ഷൻ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടന്നിട്ട് റാൻഡംനെസ് കുറഞ്ഞ റിയാക്ഷനും ഉണ്ട്. കുടുങ്ങിയല്ലോ. ഇപ്പം എന്താ കിട്ടിയത്? റാൻഡംനെസ് കൂടാൻ വേണ്ടിയിട്ടായിരിക്കും റിയാക്ഷൻ നടന്നത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് റാൻഡംനെസ് കുറയുന്ന റിയാക്ഷനും സ്പോണ്ടേനിയസ് ആയിട്ട് കാണപ്പെടുന്നുണ്ടെന്ന്.
കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തിരിച്ചറിയാൻ പറ്റിയത് റിയാക്ഷൻസിന് 2 ടെൻഡൻസി ഉണ്ട്. എനർജി കുറയാനുള്ള ടെൻഡൻസിയും അതായത് റാൻഡംനെസ് കൂടാനുള്ള ടെൻഡൻസിയും. ഈ 2 ടെൻഡൻസികളുടെയും ഓവറോൾ എഫക്റ്റാണ് ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആയിട്ട് മാറുന്നത്. നോക്കൂ, tendency of the system to, what is the driving force for a spontaneous process? Tendency of the system to acquire a state of minimum energy. Also, tendency of the system to acquire a state of maximum randomness. എനർജി കുറയാനുള്ള സിസ്റ്റത്തിൻ്റെ താല്പര്യവും റാൻഡംനെസ് കൂടാൻ, ഞാൻ ഇനി മുതൽ അതിനെ എൻട്രോപ്പി എന്നൊരു പേര് എസ് വെച്ച് സൂചിപ്പിക്കാം. എൻട്രോപ്പി കൂടാനുള്ള സിസ്റ്റത്തിൻ്റെ താല്പര്യത്തിൻ്റെയും കൂടി ഓവറോൾ എഫക്റ്റാണ് പ്രോസസ് സ്പോണ്ടേനിയസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇവിടെ കാണിക്കുന്നു, നോക്കിക്കോളൂ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കുറയാണെന്നിരിക്കട്ടെ, ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി കുറയാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കൂടുകയാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് കൂടുതലായിട്ട് മനസ്സിലാവണമെങ്കിൽ ഗിബ്സ് എനർജിയിലേക്കൊക്കെ എത്തണം. വെയിറ്റ്, ഞാനിവിടെ ഒരു പ്രോസസ്സിൻ്റെ ഈ 2 ടേമിൻ്റെയും ചേഞ്ച് ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ ഞാൻ കാണിക്കുന്നു, നോക്കിക്കോളൂ. അവിടെ എൻതാൽപ്പി കൂടി, എൻട്രോപ്പി കുറഞ്ഞു. ഈ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആകുമോ? ഇല്ല. ഈ പ്രോസസ്സ് ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ട് കാണപ്പെട്ടിട്ടില്ല. നെവർ സ്പോണ്ടേനിയസ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും ഒന്നുകിൽ എൻതാൽപ്പി കുറയണം, അല്ലെങ്കിൽ എൻട്രോപ്പി കൂടണം, അല്ലെങ്കിൽ രണ്ടും കൂടി സംഭവിക്കണം. ഒരിക്കലും എന്തില്ല, എൻതാൽപ്പി കൂടുകയും എൻട്രോപ്പി കുറയുകയും ചെയ്ത ഒരു പ്രോസസ്സും സ്പോണ്ടേനിയസ് ആവുകയില്ല. ക്ലിയർ? ഓക്കെ. സോ നമ്മൾ കൂടുതലായിട്ട് മാത്തമാറ്റിക്കലി ഇത് വിശദീകരിക്കും. അതിൻ്റെ ബേസിക് കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് പുതുതായിട്ട് കിട്ടിയ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. എൻട്രോപ്പിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയാലോ? വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് എൻട്രോപ്പി. എൻട്രോപ്പി ഈസ് നമ്മൾ എപ്പോഴാണ് എൻട്രോപ്പി പറ്റി പറഞ്ഞു തുടങ്ങിയത്? സിസ്റ്റത്തിൻ്റെ റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർനെസ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ്. ഈ ഡിസോർഡർനെസ്സിൻ്റെ മെഷർമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എൻട്രോപ്പി. എൻട്രോപ്പി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം വിച്ച് മെഷർ ദ ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് ദ സിസ്റ്റം. എത്രത്തോളം റാൻഡംനെസ് അതിനകത്തുണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് എൻട്രോപ്പി. സോ നല്ലോണം ഡിസോർഡേർഡ് സിസ്റ്റം ആണെങ്കിൽ എൻട്രോപ്പി കൂടുതലാണെന്ന് പറയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റം ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും മോസ്റ്റ് ഡിസോർഡേർഡ് സ്റ്റേറ്റ്? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. സോ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഹാവ് ഗ്രേറ്റസ്റ്റ് എൻട്രോപ്പി. ആൻഡ് ദ ഓർഡർ ഓഫ് എൻട്രോപ്പി ഈസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതാണ്, ഗ്യാസിനാണ് ഗ്രേറ്റർ എൻട്രോപ്പി ഉള്ളത്. റൈറ്റ്? ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കാണാൻ ഡെൽറ്റ എസ് ഈക്വൽസ് എസ് ഫൈനൽ മൈനസ് എസ് ഇനീഷ്യൽ ചെയ്താൽ മതി. ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡെൽറ്റ എസ് ഈക്വൽസ് പോസിറ്റീവ് എന്ന് എഴുതും. ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കുറയാണ് ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് എന്ന് എഴുതും. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സൈൻ കൺവെൻഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ല. സിസ്റ്റത്തിന് എൻട്രോപ്പി കൂടിയാൽ പോസിറ്റീവ്, സിസ്റ്റത്തിന് എൻട്രോപ്പി കുറഞ്ഞാൽ നെഗറ്റീവ്. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ് എന്നിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സാധാരണ പഠിച്ച തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയെ പോലെ ഇതും സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുമാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ള ഒരു പാത്രത്തിലുള്ള ഗ്യാസിൻ്റെ എൻട്രോപ്പിയും ഇത്ര ഉള്ള പാത്രത്തിലുള്ള ഗ്യാസിൻ്റെ എൻട്രോപ്പിയും നോക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടിയ ഗ്യാസിനായിരിക്കും കൂടുതൽ എൻട്രോപ്പി ഉണ്ടാവുക. ഫൈൻ, ഓക്കെ. ഇനി ഞാനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യട്ടെ. ആക്ച്വലി എന്താണ് ഈ റാൻഡംനെസ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്നാൽ, ഈ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അവൈലബിൾ എനർജി ഫോർ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. അവൈലബിൾ എനർജി ഉണ്ട് അവിടെ, അതേപോലെ തന്നെ അൺഅവൈലബിൾ എനർജിയും ഉണ്ട്. ഈ അവൈലബിൾ എനർജിയെ നമ്മൾ ഗിബ്സ് എനർജി എന്ന് പിന്നീട് പഠിക്കും. അൺഅവൈലബിൾ എനർജിയുടെ മെഷർമെൻ്റ് ആണ് ആക്ച്വലി എൻട്രോപ്പി. ഫോർ an isothermal reversible it gives the measure of unavailable energy present in the system. This unavailable energy equals S into T. Okay. ഇനി ഫോർ an isothermal reversible process എന്ന് പറഞ്ഞാൽ ഇതൊരു ഐസോതേർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ഒക്കെ ചെയ്യുന്ന സിസ്റ്റം ആണെന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഹീറ്റ് കോൺസ്റ്റൻ്റ് ആണ്, T ഈക്വൽസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡെൽറ്റ യു എന്തായാലും 0 ആയിരിക്കുമല്ലോ.
ഈ സമയത്ത് നമ്മൾ എന്ത് ഹീറ്റാണോ സിസ്റ്റത്തിലേക്ക് കൊടുത്തത് അത് അതിൻ്റെ എൻട്രോപ്പിയാണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനായിട്ടും എൻട്രോപ്പി ആയിട്ടാണ് മാറുന്നത്. സി, ഫോർ an isothermal reversible process, heat transferred is completely contribute to the change in entropy. See, for an isothermal reversible process, heat transferred is completely contribute to the change in the entropy. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്നേക്കുള്ളൂ. എൻട്രോപ്പി ചേഞ്ച് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ എസ് ഈക്വൽസ് ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ പേരാണ് എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് കേട്ടോ, എത്രത്തോളം ചേഞ്ച് ഉണ്ടായി, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റൊക്കെ എൻട്രോപ്പി ചേഞ്ചിന് കാരണമാകും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടുമോ കുറയുമോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴും വോളിയം കൂടുമ്പോഴും എൻട്രോപ്പി കൂടും. അപ്പോൾ സാറേ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ലേ കാണുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ശരിക്കും നോക്കിക്കോളൂ. ലോവർ ടെമ്പറേച്ചറിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉള്ള സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിരിക്കും. എങ്ങനെ നോക്കിക്കോ. ഒരു സിസ്റ്റം ലോവർ ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ 50 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ അതിലേക്ക് ഹീറ്റ് കൊടുത്തു. അതിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ എൻട്രോപ്പി നല്ലോണം കൂടും. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി ഹൈ. ഇനി സിസ്റ്റം ഓൾറെഡി 500 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത് എന്നിരിക്കട്ടെ, എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കൂടിയ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് അർത്ഥം ഓൾറെഡി അവിടെ എൻട്രോപ്പി നല്ലോണം കൂടുതലായിരിക്കും. നമ്മൾ അതിലേക്ക് ഹീറ്റ് കൊടുത്തു, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചിന് എൻട്രോപ്പിയോ ചെറുതായിരിക്കില്ലേ? കാരണം ഓൾറെഡി ഹയസ്റ്റ് എൻട്രോപ്പിയിലാണ് നിൽക്കുന്നത്. പിന്നെ അതിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എൻട്രോപ്പി കൂടാനേ പറ്റുള്ളൂ. സോ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ലെസ് വെൻ കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ, റൈറ്റ്? അതായത് ലോവർ ടെമ്പറേച്ചറിലാവുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് പെട്ടെന്ന് എൻട്രോപ്പി കൂട്ടും. കാരണം വേഗം അതിൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഓൾറെഡി ഹയസ്റ്റ് ടെമ്പറേച്ചർ നിൽക്കുകയാണെങ്കിൽ മാക്സിമം എൻട്രോപ്പിയിൽ എത്തിയത് കൊണ്ട് തന്നെ പിന്നീട് ഹീറ്റ് കൊടുക്കുമ്പോൾ എൻട്രോപ്പി കൂടാനില്ല. ദാറ്റ് ഈസ് ഓൾറെഡി അറ്റൈൻഡ്. കിട്ടുന്നുണ്ടോ? അതാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാകുന്ന രീതിയിൽ കണ്ടത്. പക്ഷേ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഒരു 50 ഡിഗ്രിയിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പിയാണോ 100 ഡിഗ്രിയിലുള്ള സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പിയാണോ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് 100 ഡിഗ്രിയിലുള്ള സിസ്റ്റത്തിൻ്റെ തന്നെയാണ്. ഓക്കെ, ഫൈൻ. സോ ഐ ക്യാൻ റൈറ്റ് ds ഈക്വൽസ് q റിവേഴ്സിബിൾ ബൈ t, ഓർ ഐ ക്യാൻ റൈറ്റ് ds ഈക്വൽസ് dq റിവേഴ്സിബിൾ ബൈ t എന്ന് വേണമെങ്കിൽ എഴുതാം. നമുക്ക് ഈ ലെവലിൽ അഥവാ ഡിഫറൻഷ്യൽ സിമ്പിൾ സ്മോൾ ചേഞ്ച്, റിവേഴ്സിബിൾ ആകുമ്പോൾ സ്മോൾ ചേഞ്ചിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. സ്മോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ സ്മോൾ ചേഞ്ച് ഇൻ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ പറയാം. ഇനി ക്യൂ റിവേഴ്സിബിൾ എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? ക്യൂ റിവേഴ്സിബിൾ എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽറ്റ എച്ച് ആക്കി പറയുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് റിവേഴ്സിബിൾ ബൈ ടി എന്നും പറയാവുന്നതാണ്. ഇനി ഫോർ എ സിസ്റ്റം നമ്മൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച്, ദാറ്റ് മീൻസ് സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും കൂടി ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കാണാൻ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് പ്ലസ് സറൗണ്ടിങ്സിന് എൻട്രോപ്പി ചേഞ്ച് കൂട്ടിയാൽ മതി, ടോട്ടൽ യൂണിവേഴ്സിന് എൻട്രോപ്പി ചേഞ്ച് കിട്ടും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ പറയാൻ പോകുന്ന പോയിന്റ് സി, ദാറ്റ് ഈസ് ഇതാ entropy of total, that is entropy of universe greater than 0 ആണെങ്കിൽ ആ പ്രോസസ് ഇറിവേഴ്സിബിൾ ആണ്, സ്പോണ്ടേനിയസ് ആണ്. എന്താ മനസ്സിലായത്? നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ആർ ഇറിവേഴ്സിബിൾ ആൻഡ് ആർ സ്പോണ്ടേനിയസ് ആണെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മനസ്സിൽ പതിഞ്ഞോ? ശരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് പതിയേണ്ട പോയിന്റാണിത്. ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞാൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ എസ് സിസ്റ്റം ആണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഡെൽറ്റ എസ് സിസ്റ്റം പോസിറ്റീവ് ആയതും നെഗറ്റീവ് ആയതും സ്പോണ്ടേനിയസ് ആകാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം there are reactions which are spontaneous with randomness നെഗറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഇനി സിസ്റ്റത്തിന് നെഗറ്റീവ് ആയാലും വേണ്ടില്ല, പോസിറ്റീവ് ആയാലും വേണ്ടില്ല, ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയാലേ ആ പ്രോസസ്സ് എന്താവുള്ളൂ, സ്പോണ്ടേനിയസ് ആവുകയുള്ളൂ എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഡെൽറ്റ ഇസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 അഥവാ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ ആൻഡ് സ്പോണ്ടേനിയസ്. ദെൻ ഡെൽറ്റ ഇസ് ടോട്ടൽ 0 ആണെങ്കിൽ ആ പ്രോസസ്സ് റിവേഴ്സിബിൾ ആൻഡ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് നല്ലോണം ശ്രദ്ധിച്ചോളൂ. റിവേഴ്സിബിൾ പ്രോസസ് മീൻസ് ഇക്വിലിബ്രിയം പ്രോസസ്. ഇക്വിലിബ്രിയം ആണ് എപ്പോഴും. റിവേഴ്സിബിൾ എന്നാണ് ഇക്വിലിബ്രിയം ബിക്കോസ് ദ പ്രോസസ് ഇസ് ഒക്കറിങ് വെരി സ്ലോലി. അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു ഈ റിവേഴ്സിബിൾ, ശരിക്കും തെർമോഡൈനാമിക്സിൽ റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും എന്താണെന്ന് ശരിക്കും ഉൾക്കൊള്ളണം. നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. റിവേഴ്സിബിൾ പ്രോസസ് ആർ ദ പ്രോസസ് വിച്ച് ഓക്കർ വെരി വെരി സ്ലോലി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ്റ്റേണൽ പാരാമീറ്റർ. വളരെ സ്ലോവിലാണ് നടക്കുന്നത്. മീൻസ് എപ്പോഴും ഇക്വിലിബ്രിയത്തിലാണ്, റിയാക്ഷൻ അവസാനിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇറിവേഴ്സിബിൾ പ്രോസസ്സോ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഒരു എക്സ്പാൻഷൻ പ്രോസസ് എടുക്കുകയാണെങ്കിൽ ഇതാ അവിടെ നിന്നുള്ള പ്രഷറിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്ന പ്രഷർ ഒരൊറ്റ പോക്കാണ്ട് പോകുക. ഈ പിസ്റ്റൺ ഒരൊറ്റടിക്ക് ഇങ്ങോട്ട് എത്തും. അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്. നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ഒക്കെ ഇറിവേഴ്സിബിൾ ആണ്, ഇങ്ങോട്ട് തന്നെ വരില്ല. ഡെൽറ്റ എസ് ടോട്ടൽ ഈക്വൽ 0 എങ്കിൽ ആ പ്രോസസ് റിവേഴ്സിബിൾ ആൻഡ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം. ഞാൻ പറഞ്ഞു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം പ്രോസസ് ആണെന്നുള്ളത്. ഓക്കെ അല്ലേ, ഫൈൻ. ഇനി ഡെൽറ്റ എസ് ടോട്ടൽ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പ്രോസസ്സ് ഒരിക്കലും സ്പോണ്ടേനിയസ് ആവാൻ സാധ്യതയില്ലാത്ത പ്രോസസ്സാണ്. റൈറ്റ്, അതിൻ്റെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും സ്പോണ്ടേനിയസ് എന്നർത്ഥം. ഓക്കെ ഫൈൻ. സോ ഇതിൻ്റെ 3 കാര്യം നിങ്ങൾ മനസ്സിലേക്ക് എടുത്തല്ലോ. ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്, സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ എസ് ടോട്ടൽ ഈക്വൽ 0 ആണെങ്കിൽ അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്, അഥവാ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്ന് അർത്ഥം. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എൻട്രോപ്പി കാണാൻ എൻട്രോപ്പി ഓഫ് എ റിയാക്ഷൻ കാണാൻ സം ഓഫ് എൻട്രോപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻട്രോപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ് ചെയ്താൽ മതി. ലൈക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽസ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് നമ്മൾ ചെയ്ത പോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് ഈസ് നോട്ട് 0. എൻട്രോപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഗിബ്സ് എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് ഈസ് ടേക്കൺ ആസ് 0. ആക്ച്വലി നമ്മളത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് നോട്ട് ടേക്കൺ ആസ് 0. നോക്കൂ, സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് ഈസ് നോട്ട് 0. ശ്രദ്ധിച്ചല്ലോ. ഇനി എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/T ആണ്. Q എന്ന് പറഞ്ഞാൽ ജൂളാണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. സോ ജൂൾ പെർ കെൽവിൻ. ഒരു മോളിലേക്ക് നോക്കുമ്പോൾ ജൂൾ, ഒരു മോളിലേക്ക് എന്നല്ല എത്ര മോളാണെന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്ന് പറയേണ്ടതുണ്ട്. ഞാൻ എന്താ പറഞ്ഞു, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം വിൽ ഇൻക്രീസ് എൻട്രോപ്പി ആൻഡ് ഇൻക്രീസ് ഇൻ പ്രഷർ വിൽ കോസ് ഡിക്രീസ് ഇൻ എൻട്രോപ്പി. സോ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, വോളിയം ആൻഡ് ഡിക്രീസ് ഇൻ പ്രഷർ ഓഫ് എ സിസ്റ്റം വിൽ കോസ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. അഥവാ ടെമ്പറേച്ചർ കൂടിയാലും വോളിയം കൂടിയാലും എൻട്രോപ്പി കൂടും, അതേ സ്ഥാനത്ത് പ്രഷർ കൂടിയാൽ എൻട്രോപ്പി കുറയും. അല്ലേ? ഫൈൻ. സോ ഏകദേശ ധാരണ കിട്ടിയോ മക്കളെ? നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട എൻട്രോപ്പി പറ്റി മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ ഓടിച്ച് പറഞ്ഞാലോ. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം റാൻഡംനെസ് ഉണ്ട്, ഡിസോർഡർനെസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണ് ലിക്വിഡിനേക്കാളും അതിനാണ് സോളിഡിനേക്കാളും എൻട്രോപ്പി കൂടുതൽ. ഞാൻ ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് മനസ്സിലായി, നമ്പർ ഓഫ് ആറ്റം കൂടുമ്പോൾ റാൻഡംനെസ് കൂടും, മാസ് കൂടുമ്പോൾ റാൻഡംനെസ് കൂടും എന്നുള്ളതൊക്കെ ഇവിടുന്ന് മനസ്സിലായി. ഈ ഡെൽറ്റ എസ് ഓഫ് എ പ്രോസസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കാണാൻ അതിൻ്റെ ഫൈനൽ എൻട്രോപ്പിയിൽ നിന്നും ഇനീഷ്യൽ എൻട്രോപ്പി കുറച്ചാൽ മതി. Then entropy change is the measure of unavailable energy present in the system. Also, heat applied to an isothermal reversible process is contribute to the change in entropy. Then entropy change is given by delta S equals Q reversible by T, Q reversible by T, or delta S equals delta H reversible by T. Then delta is total, otherwise delta is universe equal delta is system plus delta is surroundings. If delta is total is greater than 0, the process here is irreversible and spontaneous. If delta is total equal 0, the process is reversible and system and surroundings are in equilibrium. Delta is less than 0 എന്ന് പറഞ്ഞാൽ the reaction will never occur. അത് അവിടെ തന്നെ നിൽക്കുള്ളൂ, അതിൻ്റെ റിവേഴ്സ് റിയാക്ഷനെ നടക്കുള്ളൂ, അഥവാ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഫൈൻ. ഇനി ഒരു റിയാക്ഷൻ്റെ എൻട്രോപ്പി കാണാൻ ടോട്ടൽ പ്രോസസ്സിലെ ഓരോരുത്തരുടെയും ഫോർമേഷൻ എൻട്രോപ്പി അറിഞ്ഞിരുന്നാൽ പ്രോഡക്റ്റിൻ്റെതിൽ നിന്നും റിയാക്റ്റിൻ്റെത് കുറച്ചാൽ ഉത്തരം കിട്ടും. പ്രോബ്ലം ചെയ്യാനുണ്ട് കിട്ടിക്കോളും. ഇനി എലമെൻ്റൽ ഫോർമേഷന് എൻട്രോപ്പി ചേഞ്ച് 0 അല്ല, പ്രത്യേകം ഓർക്കുക. യൂണിറ്റ് ഓഫ് എൻട്രോപ്പി എനർജിയുടെ യൂണിറ്റായിട്ട്
ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ കാലോറി കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നൊക്കെ പറയാം. ടെമ്പറേച്ചറും വോളിയവും കൂടുമ്പോഴും എൻട്രോപ്പി കുറയുമ്പോഴും ടെമ്പറേച്ചറും വോളിയവും കൂടുമ്പോഴും പ്രഷർ കുറയുമ്പോഴും എൻട്രോപ്പി കൂടുന്നുണ്ട്. ഫൈൻ, യെസ്. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സി ബിഫോർ ദാറ്റ് വി ഹാവ് സം എക്സാമ്പിൾസ്. ഐഡൻറ്റിഫൈ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ദ ഫോളോയിങ് കേസ്. ഐസ് ഉരുക. ഐസ് എന്ന് പറയുന്നത് സോളിഡാണ്. സോ സോളിഡ് ഉരുകിയിട്ട് ലിക്വിഡ് ആവുകയാണ്, തീർച്ചയായിട്ടും എൻട്രോപ്പി കൂടും. ഡെൽറ്റ ഇസ് പോസിറ്റീവ്. അടുത്തത് ലിക്വിഡ് ഫ്രീസ് ആവുക. ലിക്വിഡ് ഫ്രീസ് ആവുക എന്ന് പറഞ്ഞാൽ അപ്പം സോളിഡ് ആവലാണല്ലോ, തീർച്ചയായിട്ടും എൻട്രോപ്പി കുറയും. എഗ്ഗ് ബോയിൽ ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എഗ്ഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ലിക്വിഡിലുള്ളൊരു സാധനവും ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള സാധനവുമാണ്. എന്നാൽ കെമിക്കലി ഓർ ഇൻറ്റേർണലി സാധാരണ ബോയിൽ ചെയ്യാത്ത എഗ്ഗ് എന്ന് പറയുന്നത് ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനാണ്. അതിനകത്ത് പെപ്റ്റൈഡ് ലിങ്കേജ് ഒക്കെ ചേർന്നിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാട്ടേണറി സ്ട്രക്ചറും ടെർഷറി സ്ട്രക്ചറൊക്കെ അൺകോയിൽ ചെയ്തിട്ട് കുറച്ചും കൂടി ഡിസോർഡേഡ് ആയിട്ടുള്ള സിസ്റ്റം കിട്ടുകയാണ് ചെയ്യുക. സോ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ എൻട്രോപ്പി പോസിറ്റീവ് ആണ്. എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ എൻട്രോപ്പി പോസിറ്റീവ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, H2 + half O2 gives H2O. ഇവിടെ H2 എന്ന ഗ്യാസ്, ഇതും ഗ്യാസാണ്, ഇത് ലിക്വിഡാണ്. ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ നമുക്കറിയാം, ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി കുറയാണ് ചെയ്യുക. റാൻഡംനെസ് എന്താ ചെയ്തത്? ഇവിടെ കുറയാണ് ചെയ്തത്, അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് പെയർ വിച്ച് ഹാസ് മാക്സിമം എൻട്രോപ്പി. ഓക്കെ, NO2 ആൻഡ് N2O4 രണ്ടും ഗ്യാസാണ്. ആർക്കാ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ എൻട്രോപ്പി. നേരത്തെ ഞാൻ പറഞ്ഞു, സോ ഇതിനാണ് കൂടുതൽ എൻട്രോപ്പി. Again here CH4 C2H6 both are gases. C2H6 will have more entropy. Okay, next question. For each reaction is the sign of delta is positive or negative? ഓരോ റിയാക്ഷൻ്റെയും എൻട്രോപ്പിയുടെ സൈന് പറയാം. സി ഇവിടെ നിക്കൽ എന്ന സോളിഡ് കാർബൺ മോണോക്സൈഡുമായി ചേർന്ന് നിക്കൽ ടെട്രാ കാർബണിലായി മാറിയിരിക്കുകയാണ്, അല്ലേ? സോ ഇവിടെ 4 ഗ്യാസ് മോളിക്യൂൾ ഒരൊറ്റ ഗ്യാസ് മോളിക്യൂളായിട്ട് മാറി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്യാസ് കുറയാണ് ചെയ്തത്. സോ എൻട്രോപ്പി എന്താ ചെയ്തത്? കുറഞ്ഞു. ഡെൽറ്റ എസ് ഈക്വൽസ് നെഗറ്റീവ്. ഓക്കെ, ഇവിടെ 3 ഗ്യാസ് ഉണ്ടായിരുന്നു, ആ ഗ്യാസ് ഇങ്ങോട്ട് ഇല്ലാതായി മാറി. സോ ഡെൽറ്റ എസ് അഗെയിൻ നെഗറ്റീവ്. ഇവിടെ ഒരു ഗ്യാസ് മറ്റൊരു ഗ്യാസായിട്ട് മാറുന്നു. പക്ഷെ നമുക്ക് ഈ ഗ്യാസ് കൂടുതൽ നമ്പറുള്ള ഗ്യാസായി മാറി, അല്ലെങ്കിൽ സോളിഡും കൂടി ഗ്യാസായി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ അവിടെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്തത്. എൻട്രോപ്പി പോസിറ്റീവ്. ഇവിടെ 2 ഗ്യാസ് 1 ഗ്യാസ് 3 ഗ്യാസ് 2 ഗ്യാസായി കുറഞ്ഞു. ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻട്രോപ്പി ചേഞ്ച് ഇൻ വേരിയസ് പ്രോസസ്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് വ്യത്യസ്ത കേസുകളിൽ നമുക്കറിയാം, റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഐസോബാറിക്കും ഐസോകോറിക്കും വ്യത്യസ്ത പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് ഞാൻ പറയാൻ പോണത്. സി നമുക്കറിയാലോ, ഡെൽറ്റ എസ് ഈക്വൽസ് Q/T ആണെന്ന്. സി നമുക്ക് അറിയാവുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എഴുതട്ടെ. Q ഈക്വൽസ് C ഡെൽറ്റ T ഈക്വൽസ് NC ഡെൽറ്റ T ഈക്വൽസ് MC ഡെൽറ്റ T. എന്താണ് C ഡെൽറ്റ T? C എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ കാണിച്ചിട്ടുള്ളത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റിയെ ഞാൻ ജസ്റ്റ് M എന്നിട്ടുന്നാൽ ടോട്ടൽ മോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി ആയി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ടോട്ടൽ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി ആയി. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ യു. സിമിലർലി ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ എച്ച്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുള്ള വലിയൊരു ഇൻഫർമേഷനാണ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്, റൈറ്റ്? സി ഐ ക്യാൻ ദെൻ റൈറ്റ് ഡെൽറ്റ യു ഈക്വൽസ് ഡെൽറ്റ, നോക്കിക്കോ, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ യു ഈക്വൽസ് NCV ഡെൽറ്റ ടി. NCV ഡെൽറ്റ ടി, കാരണം കോൺസ്റ്റൻറ്റ് വോളിയത്തിലായതുകൊണ്ടാണ് ഞാൻ CV മെൻഷൻ ചെയ്തത്. ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ N കൊടുക്കാം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ S കൊടുക്കാം, ഐ മീൻ മാസ് കൊടുക്കാം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ N കൊടുക്കാം, റൈറ്റ്?
Also delta H equals NCP delta T. See, ഞാനിവിടെ n കൊടുത്തത് ഇത് മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ ടേമിൽ പറഞ്ഞതുകൊണ്ടാണ്. I can also write delta U equals MCV delta T, where CV stands for specific heat capacity. Also delta H equals MCP delta T. Now using this we are going to derive the equation for entropy. നല്ല ശ്രദ്ധിച്ചോളൂ. ദാ ഞാൻ ആദ്യം സ്മോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ds പരിഗണിക്കുകയാണ്. ds ഈക്വൽസ് ഐ ക്യാൻ റൈറ്റ് dq ബൈ ടി. അഥവാ സ്മോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ എ റിവേഴ്സിബിൾ പ്രോസസ്സ് ഒക്കെ നോക്കേ, ഇതൊക്കെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഫൈനലി ഈ ടേം ഒഴിവായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതിലേക്ക് എത്തും. എനിവേ ക്യൂ റിവേഴ്സിബിൾ ബൈ ടി, ഡി ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫൈൻ. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം അഡീഷണൽ ആയിട്ട് ചേർക്കട്ടെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡി യു ഈക്വൽസ് ക്യൂ പ്ലസ് എന്ത് ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ. സോ സ്മോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈക്വൽസ് ഐ ക്യാൻ റൈറ്റ് സ്മോൾ ചേഞ്ച് ഇൻ ഹീറ്റ് പ്ലസ് സ്മോൾ ചേഞ്ച് ഇൻ വർക്ക് അല്ലേ. അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഡി ക്യു ഈക്വൽസ് ഡി യു മൈനസ് ഡി ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ. നല്ല നോക്ക്, എഴുതിക്കൂടെ, എഴുതാം. ഇനി നോക്കിക്കോ, ഞാൻ ഡെൽറ്റ എസിൻ്റെ ടേമിലേക്ക് തന്നെ എഴുതാൻ പോവാണ്. ഡെൽറ്റ എസ് ഈക്വൽസ് ഡി യു, ദാറ്റ് ഈസ് ഡി ക്യു ബൈ ടി ആണ്. ഡി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി യു മൈനസ് ഡി ഡബ്ല്യു ആണ്. പക്ഷേ ഒരു ഡിവൈഡഡ് ബൈ ടി അവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിവിടെ കൊടുത്തു. ഫൈൻ. ദെൻ again what is delta u? Delta u equals ncv delta t. So du I can write ncv dt എന്ന് എഴുതാം. dt by t minus dw വർക്കിൻ്റെ ഇക്വേഷൻ മൈനസ് പി ഡെൽറ്റ വി ആണ്. അഥവാ സ്മോൾ വർക്ക് ആയതുകൊണ്ട് മൈനസ് പി ഡി വി എന്ന് എഴുതാം. സോ മൈനസ് പി ഡി വി ഇവിടെ വരുമ്പോൾ പ്ലസ് ഡി വി ആവും. കാരണം മൈനസും ഈ മൈനസും ചേർത്തിട്ട് പ്ലസ് ഡി വി ബൈ ടി എന്ന് എഴുതാം. Right? Again, see, we have PV equals nRT. From here, I can write P equals nRT by V. I'm just substituting the value of P here. Then I can write NCV dt by T plus nRT by V into dV into t, et ആണത് കേട്ടോ. സോ ഈ ടി പോയിക്കോളൂ. ഓക്കെ, ഇപ്പോൾ എവിടെ എത്തി നമ്മൾ നോക്കിക്കോ. എൻ സി വി ഡി ടി ബൈ ടി പ്ലസ് എൻ സി വി ഡി ടി ബൈ ടി പ്ലസ് എൻ ആർ ഡി വി ബൈ വി എന്നെത്തി. ഓക്കെ, എന്ത് ഈക്വൽസ് ഡി എസ് ഈക്വൽസ്. സോ ഇതാണ് അവിടുത്തെ സ്മോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി. സോ ദ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി കിട്ടാൻ നമ്മൾ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോരെ, മതി. ഇവിടെ T1 ടു T2 ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ്, ആ ടെമ്പറേച്ചറിലുള്ള എൻട്രോപ്പി ചേഞ്ചാണ്. അപ്പോൾ ഉണ്ടായ വോളിയം ചേഞ്ച് V1 ടു V2 ആയിക്കോട്ടെ. സോ ആ ദാറ്റ് വോളിയത്തിലുള്ള ഇൻറ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, സോ വി ക്യാൻ ഗെറ്റ് ഡി എസ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡെൽറ്റ എസ് എന്ന് എഴുതാം. എൻ സി വി പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റൻ്റ് ആണല്ലോ. ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് dt by t integrate that we will get ln t2 by t1 plus similarly nr പുറത്ത് വരട്ടെ ln v2 by v1 എന്ന് എഴുതാൻ പറ്റും. ഫൈൻ. This is an important equation from which we can calculate entropy change. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്, മറക്കണ്ട. ഡെൽറ്റ എസ് ഈക്വൽസ് എൻ സി വി ലോഗ് t2 by t1 plus nr log v2 by v1. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടൈപ്സ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് റിവേഴ്സിബിൾ ഓർ റിവേഴ്സിബിൾ, ഐസോതെർമൽ, അഡയാബറ്റിക്, എവിടെ ഉപയോഗിക്കാൻ പറ്റും. ജനറൽ ആൻഡ് ബേസിക് ഇക്വേഷൻ. ഇനി ഞാൻ ഈ ഇക്വേഷനിൽ നിന്നാണ് ഐസോകോറിക്കും ഐസോബാറിക്കും ഒക്കെ ഉണ്ടാക്കാൻ പോണത്. ഇത് സെറ്റാണോ എല്ലാവർക്കും? റെഡി. ഇനിയിപ്പോൾ ഇതിൽ രണ്ട് വേരിയബിൾ ടെമ്പറേച്ചറും വോളിയം ആയിരുന്നു. ദാറ്റ് മീൻ യെസ്, ഇത് നമ്മൾ എൻ സി വി കണ്ട ഇൻറ്റേർണൽ എനർജിയുടെ ടേമിലല്ലേ പറഞ്ഞത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടേമിലൂടെ ഇതിനെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചറും വോളിയമാണ് വേരിയബിൾ. എന്തുകൊണ്ട് ടെമ്പറേച്ചറും പ്രഷറും വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ഉണ്ടാക്കിക്കൂടാ? തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. സി, നമ്മൾ ഇനീഷ്യലി കൺസിഡർ ചെയ്തിട്ടുള്ളത് വി ഹാവ് എ സിസ്റ്റം
ആ സിസ്റ്റത്തിൽ ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഉണ്ട്. ഓക്കെ ഫൈൻ. ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള വോളിയം ചേഞ്ചും ടെമ്പറേച്ചർ ചേഞ്ചും പ്രഷർ ചേഞ്ചും ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന P1 P1 ഒക്കെ. സി ഇനീഷ്യലി ഉണ്ടായിരുന്ന നമ്പർ ഓഫ് മോൾസ് n ആണ്, ഫൈനലിയും അത് n തന്നെയാണ്. സോ n ഫൈനൽ ആൻഡ് n ഇനീഷ്യൽ ആർ സെയിം. നമ്പർ ഓഫ് മോൾസിൽ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഇനീഷ്യൽ പ്രഷർ P1ഉം വോളിയം V1ഉം ടെമ്പറേച്ചർ T1ഉം ആണെങ്കിൽ അത് ഇപ്പോൾ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറുകൾ എന്തായി മാറിയിട്ടുണ്ട്, വാല്യൂസ് എന്തായി മാറിയിട്ടുണ്ട്, V2 P2 T2 ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. റൈറ്റ്. From here I can write as per the combined gas equation P1 V1 by T1 equals P2 V2 by T2 എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നറിയോ? നമുക്ക് വേണ്ടത് V2 by V1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ V2 by V1 അവിടെ നിൽക്കണം. സോ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ V1 ഇങ്ങോട്ട് കൊണ്ടുപോയ താഴെത്തൂലേ. സോ P1 ഇതിങ്ങോട്ട് വന്നു, T2 ഡിവൈഡഡ് ബൈ ഈ P2 താഴേക്ക് പറ്റേ P2 T1 equals V2 by V1 എന്ന് എഴുതിക്കൂടെ? ക്യാൻ ഐ? ഡെഫിനറ്റ്ലി ഐ ക്യാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാല്യൂ ഇവിടെ കൊടുക്കാൻ പോവാണ്. ഏത്? ഡെൽറ്റ എസ് ഈക്വൽസ് നോക്കിക്കോ NCV ലോഗ് T2 by T1 ലോൺ ഇട്ടാ ln ലോഗ് പ്ലസ് NR ലോൺ എന്താ V2 by V1 P1 T2 by P2 T1 P1 T2 by P2 T1. ഞാനിതിന് പിരിച്ചെഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വരട്ടെ. സോ ദാറ്റ് ഐ ക്യാൻ സേ ഇത് ലോഗ് എ ഇൻറ്റു ബി ഫോർമാറ്റാണ്. ഇത് എ ഇത് ബി. ലോഗ് എ ബി ഈക്വൽസ് ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ഈക്വൽസ് ലോഗ് എ മൈനസ് ലോഗ് ബി. ബേസിക് ലോഗരിതമിക് കാൽക്കുലേഷൻ. ഒന്നുകൂടി പറഞ്ഞാട്ടെ, ഇതിപ്പോൾ ലോഗ് എ ഇൻറ്റു ബി ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ലോഗ് എ പ്ലസ് ലോഗ് ബി. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഡെൽറ്റ എസ് ഈക്വൽസ് NCV ലോൺ T2 by T1 പ്ലസ് NR ലോൺ P1 by P2 പ്ലസ് NR ലോൺ T2 by T1. Agree or not? Agree or not? Very simple, right? ഇനി നമുക്കിവിടെ ആരാ കോമൺ ആയിട്ടുള്ളത് നോക്കിക്കോ. ഈ n കോമൺ ആണ്, ലോഗ് T2 by T1 കോമൺ ആണ് ഇവിടെയും ഇവിടെയും അല്ലേ. ദെൻ ഐ ക്യാൻ റൈറ്റ് സി ഇവിടെ ബാക്കി ആരുള്ളത് ഇൻറ്റു സി വി ഇവിടെ ഉണ്ടല്ലോ. സി വി പ്ലസ് ആറ് കോമൺ ആണ്. സോ ഞാൻ ഈ സി വി പ്ലസ് ആറ് കോമൺ ആക്കി വെച്ചു. പ്ലസ് NR ലോഗ് P1 by P2 എന്ന് എഴുതിക്കൂടെ? നോക്ക്, ഈ NR ലോഗ് T2 by T1ഉം NCV ലോഗ് T2 by T1 ആണ് ഞാൻ പരിഗണിച്ചത്. അതിൽ എന്നും ലോഗ് T2 by T1 കോമൺ ആണ്, അത് പുറത്ത് വെച്ചു. ബാക്കിയുള്ള സി വി പ്ലസ് ആർ ആണ്, ആ പുറത്തേക്ക് വെച്ചു. ഇനി ഓൾറെഡി വി ഹാവ് CP മൈനസ് CV ഈക്വൽസ് ആർ, അല്ലെങ്കിൽ എന്ത് CP ഈക്വൽസ് CV പ്ലസ് ആർ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഐ ക്യാൻ റൈറ്റ് CP. ദെൻ ദ ആൻസർ വിൽ ബി NCP ലോൺ T2 by T1 പ്ലസ് NR ലോൺ P1 by P2 എന്ന ഇക്വേഷനിൽ എത്തിച്ചേരാൻ പറ്റും. എന്ത് ഈക്വൽസ്? ഡെൽറ്റ എസ് ഈക്വൽസ്. സോ നമ്മൾ മേലത്തെ ഇക്വേഷനിൽ V2 by V1ൻ്റെ സ്ഥാനത്ത് P1 by P2 ആക്കി. പക്ഷേ ഒരൊറ്റ മിസ്റ്റേക്ക്, NCV ഉള്ളത് NCP ആക്കി. അത്ര ഉണ്ടായിട്ടുള്ളൂ. കിട്ടിയാ? ഇനി ഈ ഡിറൈവ് ചെയ്തതിലേക്കൊന്നും നിങ്ങൾ തല പുകയ്ക്കേണ്ടതില്ല. ഞാൻ ആ ഫൈനൽ ആൻസർ മാത്രം ഇവിടെ എഴുതിയെടുക്കാൻ പോവാണ്. അത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ കളികൾ. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഇത്രയും സ്പേസ് മതി നമുക്ക്. നോക്കിക്കോ, ഫസ്റ്റ് കിട്ടിയത് ഡെൽറ്റ എസ് ഈക്വൽസ് NCV ലോൺ T2 by T1 പ്ലസ് NR ലോൺ V2 by V1. ഓക്കെ, അതേപോലെ ഡെൽറ്റ എസ് ഈക്വൽസ് NCP ലോൺ T2 by T1 പ്ലസ് NR ലോൺ P1 by P2. ഓക്കെ, ലോൺ PM1 by P2. ഇതാണ് കിട്ടുക. ഇപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ലോണിലാണുള്ളത്. ഇതിനെ ലോഗിലേക്ക് മാറ്റുമ്പോൾ ഈ ലോണിനെ 2.303 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി ക്യാൻ ഓൾസോ റിട്ടേൺ ലൈക്ക് ദിസ്. ഡെൽറ്റ എസ് ഈക്വൽസ്
2.303 NCV log T2 by T1 കൊള്ളൂലേ പ്ലസ് കൊള്ളൂല ഞാൻ മായ്ച്ചെഴുതാം വെയിറ്റ് രണ്ട് വരിയിലാകുമ്പോൾ അതിന് ഭംഗി പോവും ഞാൻ മായ്ച്ചെഴുതാം നോക്കിക്കോ ഡെൽറ്റ എസ് ഈക്വൽസ് 2.303 NCP log T2 by T1 plus 2.303 NR log V2 by V1 സോറി ഞാൻ ഇവിടെ പി ഇട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ച് വി ആക്കട്ടെ വി ഓക്കെ ഇതേ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി നേരത്തെ ഇതേപോലെ തന്നെ വരും സോ ഡെൽറ്റ എസ് ഓൾസോ ഈക്വൽ 2.303 NCP log T2 by T1 plus 2.303 NRT log P1 by P2 ഇതാണ് വളരെ പ്രധാനപ്പെട്ട എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ കുറേ ഇക്വേഷനും ഡെറിവേഷനും കൂടി കണ്ട് ആകെ ബേജാറാവുണ്ട് ഞാൻ ഒക്കെ മായ്ക്കാൻ പോവാണ് ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്ത് കിട്ടിയ ഫോർമാറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു രസം കിട്ടുകയാണെങ്കിൽ അതൊരു ഇൻട്രസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ കളയട്ടെ So we are here. These are the two important equations. Idum. Then already we have this one. ds equals അല്ലെങ്കിൽ delta s equals q reversible by t. So ഇതാണ് ഏറ്റവും ബേസിക് ഇക്വേഷൻ അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോമാണിത് ഇനി ഞാൻ വ്യത്യസ്ത കേസുകളിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഇൻ ഫേസ് ചേഞ്ച് ആദ്യം ഞാൻ നമ്മുടെ ഇക്വേഷൻ പാരൻ്റൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യട്ടെ ഡെൽറ്റ എസ് ഈക്വൽസ് ഡെൽറ്റ എച്ച് റിവേഴ്സിബിൾ ബൈ ടി അല്ലെങ്കിൽ ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന് എഴുതാലോ ഓക്കെ ഈ പ്രോസസ്സ് ഫേസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫേസ് ചേഞ്ച് ഏതൊക്കെ ഫേസ് ചേഞ്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ആകും നമ്മളതിനെ ഫ്യൂഷൻ എന്ന് പറയും അല്ലേ ലിക്വിഡ് ഗ്യാസ് ആവും നമ്മളതിനെ വേപ്പറൈസേഷൻ എന്ന് പറയും ദെൻ സോളിഡ് ഗ്യാസ് ആവും നമ്മളതിനെ സബ്ലിമേഷൻ എന്ന് പറയും ഈ മൂന്ന് ഫേസ് ചേഞ്ച് പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചതാണ് ഈ മൂന്ന് ഫേസ് ചേഞ്ച് നടക്കുമ്പോഴുമുള്ള എൻട്രോപ്പി ചേഞ്ച് കാണാൻ വളരെ എളുപ്പമാണ് ഡെൽറ്റ എസ് ഈക്വൽസ് ഡെൽറ്റ എച്ച് ഇത് ഫ്യൂഷൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ഫ്യൂഷൻ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ് കണ്ട ഫ്യൂഷൻ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഡിവൈഡ് ബൈ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് എന്താ പറയുക ഫ്യൂഷൻ പ്രോസസ് ഇതിപ്പോൾ നമ്മൾ എൻട്രോപ്പി ഓഫ് ഫ്യൂഷനാണ് കണ്ടത് ഇനി എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ ഇതിപ്പോൾ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ആയിക്കോട്ടെ എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ ഈക്വൽസ് എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് സോ ടി വാപ്പ് അല്ലെങ്കിൽ ടി ബി പി ബോയിലിംഗ് പോയിന്റ് സിമിലർലി എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ ഈക്വൽസ് enthalpy of sublimation divided by sublimation temperature ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് ശരിക്കും ടെക്സ്റ്റിനകത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രീവിയസ് നീറ്റിനും ജെയ്ക്കൊക്കെ ഇത് വെച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട് നമ്മളും അത്തരം പ്രോബ്ലംസ് ഇത് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യും ഇനി ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ സേ റൈറ്റ് ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഈ ടേം എന്തായിപ്പോയി 0 ആയില്ലേ മക്കളെ T2 by T1 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്നാണ് സോ ദിസ് ടേം വിൽ ബിക്കം 0 then I can write delta S equals NR log V2 by V1 അല്ലെങ്കിൽ NR log P1 by P2 അല്ലെങ്കിൽ or equals NR log P1 by P2 ഇനി ഈ ln ലോഗിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ LOGയിലേക്ക് മാറ്റാം സോ ദ ആൻസർ വിൽ ബി 2.303 NR log V2 by V1 ഈക്വൽസ് 2.303 NR log P1 by P2 എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും റൈറ്റ് ഐസോതെർമൽ പ്രോസസ്സിലേത് കിട്ടി ഇനി ഐസോകോറിക് പ്രോസസ്സ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ വോളിയം കോൺസ്റ്റന്റ് ആണ്
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ടേം നിലനിൽക്കും അല്ലേ. ഞാൻ ഈ സാധനം മാത്രം ഇപ്പം എങ്ങനെ മായ്ക്കുക, ഓക്കെ, ലോൺ T2/T1. ഈ ടേം നിലനിൽക്കും, ഈ ടേമാണ് പോവുക, ഈ ടേം പോവും. അപ്പം എന്താ ബാക്കി ഉണ്ടാവുക പറഞ്ഞാട്ടെ, ഡെൽറ്റ എസ് ഈക്വൽസ് NCV log T2/T1 എന്ന് പറയാം, or equals delta S equals NCV log T2/T1. Similarly, we can write delta S equals NCV log P2/P1. T2/T1 ആകുമ്പോൾ P2/P1. ഓക്കെ, ഇനി ഐസോബാറിക് പ്രോസസ് ആകുമ്പോൾ ഏത് ടേമാ പോവുക, ഈ ടേം പോവില്ലേ, ഈ ടേം പോവും. എന്താ ഇക്വേഷൻ കിട്ടുക, ഡെൽറ്റ എസ് ഈക്വൽസ് NCP log T2/T1 or equals delta S equals NCP ln V2/V1 എന്ന് എഴുതാം. വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഐസോബാറിക് സിസ്റ്റത്തിൽ നിങ്ങൾ കണ്ടു, ഐസോകോറിക്കിൽ കണ്ടു, ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് ഉള്ളത്. ഐസോ തേർമൽ എന്ന് പറയുമ്പോൾ ഈ സാധനം പോകും, എന്താ ഈ ടേം പോയി, ഈ ടേം മാത്രമാവും. ഐസോബാറിക് എന്ന് പറയുമ്പോൾ പ്രഷറിൻ്റെ ടേം പോകും, ഈ ടേം മാത്രമാവും. ഐസോകോറിക് എന്ന് പറയുമ്പോൾ ഈ ടേം പോകും, ഈ ടേം മാത്രമാവും. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ ആ പെർട്ടിക്കുലർ ടേം V2/V1 എന്നുള്ളത് ഉണ്ടാവില്ല കോറിക് ആകുമ്പോൾ, കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ V2/V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 1 ആണ്, log 1 0 ആണ്, സോ ഈ ടേം 0 ആണ്, ബാക്കി ഇതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ കട്ടായി പോയത് കേട്ടോ മക്കളെ. ഫൈൻ, സോ ഈ ഇക്വേഷൻ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഫോർ അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് Q = 0 എന്ന കൺസെപ്റ്റാണല്ലോ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൽ എന്തെന്നാൽ, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് Q/T ആയതുകൊണ്ട് തന്നെ Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എസ് 0 എന്നാണ്. ശരിയാണ്. എൻട്രോപ്പി ചേഞ്ച് അഡിയാബാറ്റിക് പ്രോസസ്സിൽ 0 ആണ്. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. അഡിയാബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഞാനത് കൃത്യമായിട്ട് തന്നെ പറയട്ടെ, അഡിയാബാറ്റിക് പ്രോസസ്സ് റിവേഴ്സിബിൾ ആയിട്ടും ഇറിവേഴ്സിബിൾ ആയിട്ടും നടക്കുന്ന കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് തുടക്കത്തിലേ നമ്മൾ മനസ്സിലാക്കിയ കാര്യം കൂടെ ഓർമ്മ വരണം മക്കളെ. റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഡെൽറ്റ എസ് ടോട്ടൽ 0 ആയിരിക്കും എന്നുള്ളത്, ഇക്വിലിബ്രിയം ആണെന്നുള്ളത്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് ഈക്വൽസ് Q/Tയിൽ നിങ്ങൾ നേരെ Q റിവേഴ്സിബിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Q റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൽ 0 ആണ്. സോ ഡെൽറ്റ എസ് ഈക്വൽസ് 0 എന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണ്, ഡെൽറ്റ എസ് സിസ്റ്റം 0 ആണ്, ഡെൽറ്റ എസ് സറൗണ്ടിങ്സും 0 ആണ്. എന്നാൽ റിവേഴ്സിബിൾ കേസല്ല, രണ്ടാമത്തെ കേസിലേക്ക് വന്നാൽ, ഇറിവേഴ്സിബിൾ കേസിലേക്ക് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കിവിടെ Q റിവേഴ്സിബിൾ/T ആണ് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറിവേഴ്സിബിളിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇറിവേഴ്സിബിളിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇറിവേഴ്സിബിളിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇക്വേഷൻസ് ആണ്. എനിവേ, ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വെരി ബിഗിനിങ് ഓഫ് എൻട്രോപ്പി പഠിച്ചതാണ്. ഡെൽറ്റ എസ് ഓൾവേസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്. ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത്, അഡിയാബാറ്റിക് പ്രോസസ്സ് ആണെങ്കിലും ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും ടോട്ടൽ യൂണിവേഴ്സിൻ്റെ. ഇവിടെ ഒരു കാര്യം കൂടെ, ഡെൽറ്റ എസ് സിസ്റ്റവും ഗ്രേറ്റർ ദാൻ 0 ആണ്, പക്ഷേ ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എസ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ഈക്വൽ ടു 0 ആയാണ് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ. റൈറ്റ്, ഓക്കെ. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുമല്ലോ, റിവേഴ്സിബിൾ ആകുമ്പോൾ 0, ഇറിവേഴ്സിബിൾ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് എൻട്രോപ്പി ചേഞ്ച് ടോട്ടൽ. യെസ്. ഇനി അടുത്ത കേസാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് അഡിയാബാറ്റിക്കോ ഏത് രീതിയിലും ആകാം. അഡിയാബാറ്റിക് ആയപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 0 ആണ് പറഞ്ഞു. ഏത് കേസാണെങ്കിലും ഇറിവേഴ്സിബിൾ ആണോ, ഡെൽറ്റ എസ് ടോട്ടൽ വിൽ ബി ഗ്രേറ്റർ ദാൻ 0. സോ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് ഡെൽറ്റ എസ് ടോട്ടൽ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ദ ഫൈനൽ വൺ, സൈക്ലിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്ന പ്രോസസ്സാണല്ലോ.
സോ എൻട്രോപ്പി ചേഞ്ച് ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെയുള്ള പോലെ തന്നെ എത്തും. സോ എസ് ഇനീഷ്യലും എസ് ഫൈനലും സെയിം ആകുമ്പോൾ എസ് ഫൈനൽ മൈനസ് എസ് ഇനീഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 അല്ലേ കിട്ടുള്ളൂ. സോ സൈക്ലിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് 0 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? കൺഫ്യൂസ് ആയോ ആകെ? നമ്മൾ വ്യത്യസ്തമായ കേസുകളുള്ള എൻട്രോപ്പി ചേഞ്ചാണ് പറഞ്ഞത്. സി ഡെൽറ്റ എസ് ഈക്വൽസ് എൻ സി വി ലോഗ് T2/T1 പ്ലസ് NR ലോഗ് V2/V1 എന്നൊരു സ്ലാങ്ങിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ NCP ലോഗ് T2/T1 പ്ലസ് NR ലോഗ് P1/P2 എന്ന് പറയാം ഇൻ ടേംസ് ഓഫ് എന്ത്, ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലെങ്കിൽ ഈ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടേമിൽ പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിലാണ് കിട്ടുക. ഇതിനെ LN ലോഗിൽ നിന്നും LOG ലോഗിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓരോ കേസിലെയും എൻട്രോപ്പി ചേഞ്ച് നമ്മൾ നോക്കുകയാണ്. ഫേസ് ചേഞ്ച് വരുമ്പോൾ ബേസിക് ഇക്വേഷൻ ഡെൽറ്റ എസ് ഈക്വൽസ് ഡെൽറ്റ എച്ച് റിവേഴ്സിബിൾ ബൈ ടി ആണ്. ആ ഡെൽറ്റ എച്ച് ഏത് പ്രോസസ്സിൻ്റേതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഫ്യൂഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ബൈ ടി ഫ്യൂഷൻ, വേപ്പറൈസേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ബൈ ടി വേപ്പറൈസേഷൻ പോയിന്റ്, ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ്. ഇനി നമുക്ക് സബ്ലിമേഷൻ എൻട്രോപ്പി ചേഞ്ച് ആണ് കാണുന്നതെങ്കിൽ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷനെ ടെമ്പറേച്ചർ ഓഫ് സബ്ലിമേഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. പ്രോബ്ലം വരുന്നുണ്ട്, ശരിയായിക്കോളും. ഇനി ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഈ ടേം 0 ആകണം, ഈ ടേം 0 ആകണം, ബാക്കിയുള്ളതുണ്ടാവും NR log V2/V1 ഓർ NR log P1/P2, അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഐസോകോറിക് സിസ്റ്റം ആകുമ്പോൾ വി ടേം ആണ് 0 ആവുക. ദാറ്റ് മീൻസ് 0 അല്ല, V2/V1 1 ആവും. ദാറ്റ് മീൻസ് log 1 0 ആകും. അപ്പോൾ ഈ ടേം ആണ് 0 ആവുക. സോ ആ ടേം 0 ആയി കഴിഞ്ഞാൽ NCV log T2/T1 ആണ് വരിക. അതേപോലെ തന്നെ T2ഉം P2ഉം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് NCV log P2/P1 എന്ന് നമുക്ക് എഴുതാം. റൈറ്റ്? യെസ്. ഇനി ഐസോബാറിക് ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ്. സോ CV മാറ്റി CP ആക്കണമെന്നേ ഉള്ളൂ വ്യത്യാസം. സോ എന്തായിരിക്കും? ഐസോബാറിക് ആകുമ്പോൾ പ്രഷർ ടേം 0, ഇത് ടേം 0 കോൺസ്റ്റന്റ്, കാരണം P1/P2 എന്ന് പറയുന്നത് 1 ആണ് കിട്ടുക, log 1 0. സോ ഈ ടേം 0. സോ NCP log T2/T1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് NCP log V2/V1 എന്ന് എഴുതാൻ പറ്റും. എന്താ ഇവിടെ ഒരു എക്സ്ട്രാ പി കിടക്കുന്നത്? ഈ പി ആവശ്യമില്ല കേട്ടോ. ഫൈൻ, അതും കഴിഞ്ഞല്ലോ. ഇനി അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർപ്ഷൻ ഹീറ്റ് എവല്യൂഷൻ ഇല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് 0 ആണ്. അതുകൊണ്ട് ടോട്ടലും 0 ആണ്, സറൗണ്ടിങ്സും 0 ആണ്. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഡെൽറ്റ എസ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് വരിക. റൈറ്റ്? സോ ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് 0 ആണ് വരിക, അത് വേറെ കാര്യം. ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ആണ് ടോട്ടൽ, അതുകൊണ്ടാണ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 ആയത്. സോ അഡയാബാറ്റിക് പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെങ്കിൽ 0 ആവുകയുള്ളൂ എന്നും ഇറിവേഴ്സിബിൾ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. സോ മക്കളെ, നമ്മളിപ്പോൾ ഇതുവരേക്കും വ്യത്യസ്തമായിട്ടുള്ള ഇക്വേഷൻസ് ഫോർ എൻട്രോപ്പി പഠിച്ചു. പക്ഷേ നിങ്ങളത് കൂടി കണ്ടാകെ ആവരുത്. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആയിട്ടുള്ള ഡെൽറ്റ എസ് ഈക്വൽസ് Q റിവേഴ്സിബിൾ ബൈ ടി എന്നതും അതോടൊപ്പം ഡെൽറ്റ എസ് ഈക്വൽസ് NCV log T2/T1 പ്ലസ് NR log V2/V1 എന്നതും ഡെൽറ്റ എസ് ഈക്വൽസ് NCP log T2/T1 പ്ലസ് NR log P1/P2 എന്നതും ഉണ്ടല്ലോ. ഈ 3 ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാതെ പഠിക്കുക. അതിൽ നിന്ന് ബാക്കി കിട്ടും. ഇതൊക്കെ കൂടെ കണ്ട് ഇത് എന്താണ് സംഭവം ആകെ ബേജാറാവരുത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ സെറ്റ് ആയിക്കോളും.